ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ഗൃഹസ്ഥലീലയാണ് വർണ്ണിക്കുന്നത്. ദ്വാരകാലീല. ഭഗവാൻ വിവാഹം കഴിച്ച് എങ്ങനെ കഴിഞ്ഞു? നമ്മളൊക്കെ ഗൃഹസ്ഥരാണ്. ഗൃഹസ്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ളത് തന്നെയാണ്. അത് വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. ആ ഒരു ഭാഗമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഭഗവാൻ രുക്മിണിയെ വിവാഹം കഴിച്ചു, പിന്നെന്തായി? സുഖമായിട്ടിരുന്നു എന്നാണോ? സ്വതവേ പഴയ സിനിമകളൊക്കെ അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ശുഭം അവിടെ എഴുതി കാണിക്കും, ബാക്കി കാണിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ടൊക്കെ വിഷമം തന്നെയാണ്. അതോടുകൂടി തീർന്നില്ല, പിന്നെയും പ്രശ്നങ്ങൾ അനവധി ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഭഗവാൻ കല്യാണം കഴിഞ്ഞു, അതോടുകൂടി ശുഭമായോ ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞ പിന്നെ 8 വർഷക്കാലം ഭഗവാന് കുട്ടികളൊന്നും ഉണ്ടായില്ല. പുത്രദുഃഖം അനുഭവിച്ചു എന്ന് പറയുകയാണ് ഭാഗവത്തിൽ. അത്ഭുതം തോന്നും, ഇതിനെ അങ്ങനെ പറയണു? പുത്രദുഃഖം അനുഭവിച്ചു ഭഗവാൻ. അനുഭവിച്ചു എന്നല്ല പറയേണ്ടത്, അഭിനയിച്ചു എന്നാണ്. ഭഗവാൻ ഇപ്പം അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പുറമേക്ക് നടിച്ചു, തനിക്ക് മക്കളില്ലാത്ത വിഷമമുണ്ട്, അങ്ങനെ പുറമേക്ക് നടിക്കുക. എന്തിനാ അത് ചോദിച്ചാൽ, നമുക്ക് മാതൃകയായിട്ട് ജീവിക്കുകയാണ് ഭഗവാൻ. ഗൃഹസ്ഥനാവുമ്പം എപ്പോഴും ജീവിതത്തിൽ സന്തോഷം അങ്ങനെ ഉണ്ടാവില്ല, എപ്പോഴും ദുഃഖം അങ്ങനെ ഉണ്ടാവില്ല. സുഖവും ദുഃഖവും മാറിക്കൊണ്ടിരിക്കും. സുഖ ദുഃഖ വേദനാജനക അനേക രസകദളീസ്തംഭവത് നിസ്സാര അയം സംസാരവൃക്ഷ. ഈ സംസാരവൃക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ ഇടയ്ക്ക് കരച്ചിലുണ്ടാവും, ഇടയ്ക്ക് പൊട്ടിച്ചിട്ടുണ്ടാവും, ഇടയ്ക്ക് പുഞ്ചിരിണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടിയതാണ് എന്ന് മനസ്സിലാക്കി മനസ്സ് തളരാതെ നോക്കണം. അതിന് നമ്മൾ തന്നെ ശ്രമിക്കണം. അതിനാണ് ഭാഗവതം വായിക്കുന്നതും ഈശ്വര വിചാരത്തോട് കൂടി കഴിയുന്നതൊക്കെ. ഭഗവാനും ആ 8 വർഷക്കാലം മനസ്സിനെ അടക്കി ശിവ 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 എന്ന് ജപിച്ച് മനസ്സിനെ അടക്കിയതിൻ്റെ ഫലമായി ശിവൻ്റെ ക്രോധാഗ്നിയിൽ പണ്ട് ദഗ്ധനായ കാമദേവൻ ഭഗവാന്റെ മകനായിട്ട് അവതരിച്ചു. പ്രദ്യുമ്ന ഇതി വിഖ്യാത സർവതോ നവമപിതുഹു. പ്രദ്യുമ്നൻ എന്ന പേരിൽ അവതരിച്ചു. അപ്പോൾ നമ്മൾ കരുതും പിന്നെ അങ്ങോട്ട് സുഖമായില്ല, ആ ഉണ്ണിയെ കാണാതെയായി, ഉണ്ടായി അധികമായില്ല. അതിനു മുമ്പ് തന്നെ ആ ഉണ്ണിയെ കാണാതെയായി. ശംബരൻ എന്ന പേരായിട്ടൊരു അസുരൻ തൻ്റെ അന്തകൻ ഈ പ്രദ്യുമ്നാണെന്ന് മനസ്സിലാക്കി ആ പ്രദ്യുമ്നെ എടുത്തു കൊണ്ടുപോയി കടലിലെറിഞ്ഞു. ഇത് ആരുടെ കഥയാണ് പറയണത്? ഭഗവാന്റെ കഥ പറയാണ്. പിന്നെ ഭഗവാൻ ആ തനിക്കുണ്ടായ ആദ്യത്തെ ഉണ്ണിയെ കണ്ടത് ആ ഉണ്ണിക്കൊരു 25 വയസ്സായപ്പോഴാണ്. അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും സർവജ്ഞനായ ഭഗവാൻ അറിയാണ്ടിരിക്കുന്നില്ല. എന്നാലും ഭഗവാൻ അറിയണത് അപ്പോഴാണ്. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് ഭഗവാനോട് പറയുമ്പം ചിന്തിക്കണം. ഭഗവാൻ പറയും, നിങ്ങൾക്ക് എത്രയല്ലേ പ്രശ്നമുള്ളൂ, എൻ്റെ പ്രശ്നം കേൾക്കണം. എനിക്ക് ആദ്യം ഉണ്ടായ ഉണ്ണി തന്നെ കാണാതെ കാത്തിരുന്നുണ്ടായതാ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മളെന്ത് വിഡ്ഢിക്കണം. ഭഗവാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും, എന്നെപ്പോലെ ഇരിക്കുക, എന്ത് സമാധാനമായിട്ടിരിക്കുക. സാഹചര്യം എന്തോ ആവട്ടെ, ഇത് കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞില്ലേ, കഴിഞ്ഞ് ഡൈവേഴ്സായോ കുട്ടിയായോ ഇല്ലേ, ഒന്നും ചോദ്യമില്ല. എന്തൊക്കെ വന്നാലും മഴ പെയ്തോ ഇല്ലേ, സമാധാനമായിട്ടിരിക്കുക. അത്രേ ഭഗവാൻ പറയുള്ളൂ. ഭഗവാന്റെ മക്കൾ തമ്മിൽ തല്ലുന്നുണ്ട്, അപ്പോഴും ഭഗവാൻ സമാധാനമായിട്ടിരുന്നു. ദ്വാരക കടലെടുത്തു, വെള്ളപ്പൊക്കത്തിലെ തറവാട് പോയി, ഭഗവാൻ ദുഃഖിച്ചു. വേടൻ കാലിലേക്ക് അസ്ത്രം അയച്ചു, അയാളോടും തലോടി, കുഴപ്പമില്ല നീ വീട്ടിലേക്ക് പോയിക്കോ, ഭാര്യ മക്കളും ഒറ്റയ്ക്കിരിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും പറഞ്ഞയച്ച് ശാന്തമായിട്ടിരുന്നു എന്നുള്ളതാണ് അതിലെ കാര്യം. അതിനുശേഷം പിന്നീട് ഭഗവാന്റെ മറ്റ് വിവാഹങ്ങൾ, രുക്മിണിയെ മാത്രമല്ല പിന്നെ സത്യഭാമ, ജാമ്പവതി മുതലായിട്ട് ഭഗവാൻ വിവാഹങ്ങൾ കുറേ കഴിച്ചു. പ്രധാനമായിട്ട് 8 വിവാഹം. ഭിന്ന പ്രകൃതിരഷ്ടധ. ഗീതയിൽ പറയും 8 വിവാഹം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, മനസ്സ് ബുദ്ധി അഹങ്കാരം. പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം, പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധി അഹങ്കാരവും 5 3 8. ഇതാണ് 8 വിവാഹം എന്ന് പറയുന്നത് താത്വികമായിട്ട്. ഈ കഥാരൂപത്തിൽ പറയുമ്പം സത്യഭാമയെ കഴിച്ചു, ജാമ്പവതിയെ കഴിച്ചു, കാളിന്തിയെ കഴിച്ചു, മിത്രവിന്ദയെ കഴിച്ചു, ലക്ഷ്മണയെ കഴിച്ചു. സ്യമന്തകരത്നം കാരണമാണ് ജാമ്പവതിയെയും സത്യഭാമയും കഴിച്ചത്. അപ്പോഴാണ് ആ കഥ. പണ്ട് ആസീത് സത്രാജിത സൂര്യോ ഭക്തസ്യ പരമസഖ. പണ്ട് സത്രാജിത്ത് എന്ന് പേരായിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, വലിയ സൂര്യഭക്തനാണ്.
അങ്ങനെ അദ്ദേഹം സൂര്യനെ ഉപാസിച്ചിട്ട് അദ്ദേഹത്തിനൊരു രത്നം കിട്ടി. ആ രത്നത്തിൻ്റെ പേരാണ്, പേരെന്താ? സ്യമന്തകം. നല്ലൊരു രത്നമാണ്. ആ രത്നം കിട്ടി. അതിൻ്റെ പ്രത്യേകത 8 ഭാരം സ്വർണം ദിവസവും കിട്ടും. നല്ല കാര്യമാണ്. 8 ഭാരം സ്വർണ്ണമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ദിവസവും നമുക്കൊരു 10 ലക്ഷം റുപ്യ വെച്ച് കിട്ടിച്ച് എന്താ ചെയ്യുക? അല്ല, കിട്ടാത്ത നന്നായി. അല്ല, 4 വെച്ചൊക്കെ വെറുതെ എന്നും 10 ലക്ഷം, 1000 2000 ഒക്കെ നമുക്ക് എന്താ ചെയ്യും? ദിവസവും ഇങ്ങനെ 10 ലക്ഷം റുപ്യ വെച്ച് അങ്ങനെ കിട്ടുക. എന്ത് ചെയ്യും? എന്താ ഇപ്പം ചെയ്യുമ്പോൾ? കുറേ കാശുള്ള ആളും എന്താ ചെയ്യണത്? ഇപ്പം നമ്മളും രാവിലെ ഇഡ്ഡലി കഴിക്കും. കാശുള്ള ആളും ഇഡ്ഡലി അല്ലാണ്ട് സ്വർണ്ണത്തിന് ഇഡ്ഡലി കഴിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഇഡ്ഡലി കഴിക്കുന്നുണ്ടാവില്ല. കാരണം പല ഷുഗറും കുമ്പളങ്ങ ജ്യൂസൊക്കെ ആവും രാവിലെ. അധികം ഞാൻ കണ്ടിട്ടുണ്ട്, അധികം കാശുകാരുടെ കഥ. അവർ സൗന്ദര്യവും ഇതൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ച് ഒരു കാരക്ക, ഒരു കഷ്ണം കുമ്പളങ്ങ, ചോറൊന്നുമില്ല, എനിക്കാണ് അവസ്ഥ. പോട്ടെ, അതൊക്കെ വേറെ വിഷയം. നമുക്ക് സ്വർണ്ണ പ്ലേറ്റിൽ കഴിക്കാം, അത്രേ പറ്റുള്ളൂ. പക്ഷേ കാര്യമൊക്കെ കഷ്ടി തന്നെ. എന്തായാലും ഇദ്ദേഹം അങ്ങനെ 8 ഭാരം സ്വർണം കിട്ടുന്ന ഒരു രത്നം അദ്ദേഹത്തിന് കിട്ടിയിട്ട് സമാധാനമായോ? ഇല്ല. അതുകൊണ്ട് ഇനി അതിൻ്റെ പിന്നാലെ പോകണ്ട. ഈ രത്നം കയ്യിലുണ്ടല്ലോ, ഇല്ലേ? ഈ രത്നം മതി. അതാണ് കല്ലോ വേണോ നീലതീറം. പക്ഷെ അത് വേണമെന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ രത്നം മതി നഷ്ടം. ആ രത്നത്തിൻ്റെ വില അറിഞ്ഞാൽ പിന്നെ രത്നങ്ങളോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതറിയണം. ഇല്ലെങ്കിൽ എന്ത് രത്നം കിട്ടിയിട്ടും ഒരു കാര്യമില്ല. അതിനാണ് ഇപ്പോൾ ഈ കഥ. സത്രാജിത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ചതാണ്. അതെ, എത്രയോ അധ്വാനിച്ച് കാശുകാരായവരെ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ സമാധാനമായിട്ടിരിക്കുകയാണോ? ആണോ? അവർക്കൊക്കെ പിന്നെ പ്രശസ്തി വേണമെന്നായി. ആരെങ്കിലും ഒന്ന് എതിർത്ത് പറഞ്ഞാൽ സഹിക്കില്ല, പിന്നെ അന്ന് ഉറക്കില്ല. അവരെ BP ഒന്ന് ചെക്ക് ചെയ്യും. അപ്പം നമ്മുടെ BP ഒന്ന് നോക്കും. ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നോക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. അതാണ് വ്യത്യാസം. സത്രാജിത്ത് ഏതായാലും രത്നം സമ്പാദിച്ചു. 8 ഭാരം സ്വർണം ദിവസവും കിട്ടി. അദ്ദേഹത്തിന് കിട്ടിയോണ്ട് കാര്യമില്ലല്ലോ. നമുക്കിപ്പോൾ കാശുണ്ടായിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഞാനിപ്പോൾ കേമനായിട്ട് കാര്യമില്ല. എന്താ വേണ്ടത്? നിങ്ങൾക്ക് കേമന തോന്നണ്ടേ? അപ്പോഴല്ലേ എനിക്കൊരു സമാധാനമുള്ളൂ. എനിക്ക് കാശുണ്ടായിട്ട് കാര്യമില്ല. എനിക്ക് കാശുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണം. എന്നിട്ട് കുറച്ചൊരു അസൂയ എന്നോട് കുറച്ചെങ്കിലും ഒന്നും ഉണ്ടാവണം. അപ്പോഴാണ് ആർക്ക് സുഖം? അപ്പോഴാണ് എനിക്ക് സുഖം. അല്ലാതെ ഇപ്പോൾ കാശുണ്ട്, ബാങ്കിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാർക്ക് തോന്നണ്ടേ? ഇദ്ദേഹം എന്ത് ചെയ്തു? അത് കഴുത്ത് കെട്ടി നടന്നു. അപ്പോൾ ആൾ കാണുമല്ലോ. അടുത്തൊന്ന് ചോദിക്കുക, എവിടുന്നേ വാങ്ങി? കല്യാണം എന്നാണോ ഭീമേന്നാണോ? എത്ര പവനാ? എന്താ കഥ എന്നൊക്കെ ചോദിക്കുമല്ലോ. അതിനുവേണ്ടി ഇദ്ദേഹം ഷർട്ടിൻ്റെ 2 കുടുക്കഴിച്ചിട്ട് ദ്വാരകയുടെ കവാടത്തിലൊക്കെ അങ്ങ് നിൽക്കും. അപ്പം ആളിലൊക്കെ ഭഗവാനെ തൊഴാൻ വരുമ്പോൾ ഇയാളെ കാണുമല്ലോ. അപ്പോൾ ചോദിക്കുക, എവിടുന്നേ വാങ്ങി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിങ്ങനെ പറയുക. അതൊരു കേമത്തം. ഒരിക്കൽ ഭഗവാൻ ഇത് കണ്ടു. അടുത്ത് വന്ന് ചോദിച്ചു, ഇത്രയും വിലപിടിപ്പുള്ള രത്നം കഴുത്ത് കെട്ടിങ്ങനെ നിൽക്കുക, തൻ്റെ കൂടെ സെക്യൂരിറ്റി ഇല്ല, വലിയ ബുദ്ധിമുട്ടാട്ടോ, പേപ്പറൊക്കെ വായിക്കണില്ലേ, എന്തൊക്കെ പ്രശ്നം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്തോളൂ, ഇത് ഇവിടെ ഓഫീസിൽ വെച്ചോളൂ. അവിടെ ആകുമ്പം കാവൽക്കാരുണ്ട് നോക്കാൻ. 8 ഭാരം സ്വർണം തൻ്റെ പേരിൽ അക്കൗണ്ടിലിടാം, തൻ്റെ പേരിൽ തന്നെ. ഇത് രക്ഷിച്ചോളാം ഞാൻ എന്നാ പറഞ്ഞതെങ്കിൽ അദ്ദേഹം കൊടുത്തില്ല. കൃഷ്ണൻ ചുളുവിൽ അടിച്ചു മാറ്റാൻ ശ്രമിക്കുക. എന്താണ്? അധ്വാനിച്ചത് ഞാൻ, ഒരു ചുളുവിൽ അടിച്ചു മാറ്റാൻ ആരും നോക്കുകയാണ്? കൃഷ്ണൻ എന്ത് രത്നം! ലക്ഷ്മി ദേവിയാണ് കൂടെ. അതിലും വലിയ രത്നം വേറെ ഉണ്ടോ? അങ്ങനെ ഇയാളുടെ പൊട്ടരത്നത്തിനോട് താല്പര്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് നന്മ വിചാരിച്ച് പറഞ്ഞതാണെങ്കിലും കൊടുത്തില്ല. നീ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. 2 അർത്ഥമാണ്. രാജാവാണ്, നീ ശ്രദ്ധിക്കണം. അതല്ല, നീയാണ് ഏറ്റവും വലിയ കള്ളൻ, കക്കാണ്ടിരുന്നാൽ മതി കൃഷ്ണ. ഏതായാലും കൃഷ്ണൻ ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല. ആ രത്നം നഷ്ടപ്പെട്ടു. കൊടുക്കേണ്ടി വന്നു. ആർക്ക്? തൻ്റെ അനുജൻ പ്രസേനൻ. അനിയനാണ്. ഭഗവാൻ ചോദിക്കാൻ നിൽക്കരുത്. അതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അത് മനസ്സാണെങ്കിലും സമ്പത്താണെങ്കിലും ഒക്കെ നഷ്ടപ്പെടും. അത് വേണ്ടാത്ത ദിക്കിലേക്ക് പോകും. ഇപ്പം നമ്മൾ ഭാഗവതം കേട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? മനസ്സെവിടെയായിരിക്കും? പറയണ്ട, പറഞ്ഞാൽ അപകടം. ഇത് പറയണതുകൊണ്ട് മനസ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് പറയുന്നില്ലെങ്കിൽ മനസ്സ് പല ദിക്കിലും ആവും. രമണ മഹർഷി പറയുന്നുണ്ട്, 5 ഇന്ദ്രിയങ്ങളും പുറമെ പോയിട്ട് കുപ്പ പെറുക്കി മനസ്സിന് കൊണ്ടു കൊടുക്കുക. കുപ്പ മുഴുവൻ വടിയാണ്. അത് കാരണം ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും, മനസ്സ് അസ്വസ്ഥമാകും. ഏതായാലും ഇവിടെ ആ രത്നം പ്രസേനന് കൊടുക്കേണ്ടി വന്നു. പ്രസേനൻ എന്ന് പറഞ്ഞാൽ സത്രാജിത്തിൻ്റെ അനിയനാണ്. അദ്ദേഹം നായാട്ടിന് പോകുന്ന സമയത്ത് കഴുത്തിൽ കെട്ടാൻ വേണ്ടി ഈ രത്നം ചോദിച്ചു. ആ രത്നവും കഴുത്തിൽ കെട്ടി നായാട്ടിന് പോയി. ആ രത്നം കണ്ട സമയത്തൊരു മാംസകഷ്ണമാവും എന്ന് കരുതി സിംഹം പ്രസേനനെ കൊന്നു. ആ സിംഹത്തെ കണ്ട ജാമ്പവാൻ സിംഹത്തെ അടിച്ചു കൊന്ന് ആ രത്നം തൻ്റെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു. അയാൾക്ക് രത്നം അത്രയേ ഉള്ളൂ. ദിവസങ്ങൾ കഴിഞ്ഞു, ചെറിയ പ്രശ്നമുണ്ടായി. ഭഗവാനെ പറ്റി ചീത്തപ്പേര്. കൃഷ്ണനാണ് സ്യമന്തകം കട്ടതെന്ന് തോന്നുന്നുണ്ട്.
എന്ന് ചിലരൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങി. ഇത് കൃഷ്ണൻ്റെ ചെവിയിലും എത്തി. തന്നെ പറ്റി അങ്ങനെ ഒരു കുറ്റം ഉണ്ടെങ്കിൽ അത് തെളിയിക്കണ്ടേ. ഭഗവാൻ പുറപ്പെട്ടു. അങ്ങനെ ചെന്നു, അന്വേഷിച്ചു പോയി. പ്രസേനൻ്റെ ശവശരീരം കണ്ടു, ജാംബവാൻ്റെ കാൽപ്പാട് കണ്ടു, ജാംബവാൻ്റെ ഗുഹയ്ക്ക് പ്രവേശിച്ചു. ജാംബവാനാവട്ടെ തൻ്റെ ഗുഹയ്ക്ക് ആരാ ചോദിക്കാണ്ട് വരുന്നത് എന്നും ചോദിച്ച് തല്ലാൻ തുടങ്ങി. ഭഗവാൻ ജാംബവാനായതുകൊണ്ട് ക്ഷമിച്ചു. കാരണം തൻ്റെ ഭക്തനാണ്, രാമഭക്തനാണ്. അതുമാത്രമല്ല, അദ്ദേഹം യുദ്ധം ചെയ്യുന്ന സമയത്ത് നാമം ജപിച്ചുകൊണ്ടാണ്. നമ്മൾ ഭാഗവതം കേൾക്കുന്ന സമയത്ത് പോലും ഓരോ അധ്യായം കഴിയുമ്പോൾ സർവത്ര എന്ന് പറഞ്ഞു നോക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, അതും ആചാര്യം പറയണം. ഇതൊക്കെ ആചാര്യം തന്നെ എന്ത് ചെയ്യും? അതെങ്കിലും ഒന്ന് 2 പ്രാവശ്യം പറയും. സപ്താഹ വേദിയ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നമ്മളൊക്കെ ഭക്തന്മാരാണ്, അല്ലാന്നല്ല. എന്നിട്ട് പോലും പറയില്ല, തോന്നണില്ല എന്നർത്ഥം. അത് കുറ്റല്ല, അങ്ങനെയാണത്. ഇവിടെ അദ്ദേഹം യുദ്ധം ചെയ്യുമ്പം പോലും വിഭോ രഘുപതേ ജയ 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 രാമ രാമ ജയ ജയ രാമ രാമ എന്ന് പറഞ്ഞ് അടിക്കുമ്പം എങ്ങനെയാ അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചടിക്കുക? നാമം ജപിച്ചും കൊണ്ട് അടിക്കുകയാണ്. അത് പുഷ്പാഞ്ജലി പോലെ ആർക്ക് തോന്നി? ഭഗവാന് തോന്നി. അവസാനം അദ്ദേഹം നിർത്തില്ല എന്ന് കണ്ടപ്പോൾ ഒന്ന് തിരിച്ചു കൊടുത്തു. ഇനി നിർത്തില്ല. അവസാനം ഒരു അടി തിരിച്ചു കൊടുത്ത സമയത്ത് ജാംബവാന് മനസ്സിലായി ചില്ലറക്കാരനല്ല, തന്നെ തിരിച്ചടിക്കാനുള്ള ശക്തി അത് ശ്രീരാമനേ ഉള്ളൂ. വീണ്ടും വന്നോ രാമൻ എന്ന മട്ടിൽ കണ്ണു തുറന്ന സമയത്ത് കൃഷ്ണനെ രാമനായിട്ട് കണ്ടു, തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. അങ്ങനെയാണോ ഇത്രയും കാലം ഇത്രയും ദിവസം ഞാൻ അടിച്ചത്? 27 ദിവസം അടി കൂടി, അബദ്ധം പറ്റിപ്പോയി, അങ്ങനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ കാൽക്കൽ കൂണു. ഭഗവാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, താൻ എൻ്റെ ഭക്തനല്ലേ, താൻ അടിച്ചു എന്നൊന്നും കണക്കാക്കണ്ട, തനിക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു, എന്നെ അടിക്കണം എന്നൊരു മോഹം. ജാംബവൻ പറഞ്ഞു, എനിക്കങ്ങനെ മോഹമൊന്നുമില്ല. ഉണ്ട്, തനിക്ക് പണ്ടുണ്ടായിരുന്നു രാമനെ അടിക്കണം എന്നൊരു മോഹം, ശ്രീരാമന്. അതെങ്ങനെ? അത് രാമരാവണ യുദ്ധ സമയത്ത് ജാംബവാൻ ഇങ്ങനെ രാമനെ നോക്കും, രാവണനെ നോക്കും, രാമനെ നോക്കും, രാവണനെ നോക്കും. അതെങ്ങനെ വിചാരിക്കും രാവണൻ ഭാഗ്യവാനാണ്, ഇയാളോട് യുദ്ധം ചെയ്യാൻ പറ്റണില്ല. തനിക്കും മസിലൊക്കെ ഉണ്ടായിട്ടെന്താ കാര്യം? പാകത്തിനൊരാളെ കിട്ടിയില്ല. ഗുസ്തിക്കാരെ സംബന്ധിച്ച് പാകത്തിനൊരാളെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും, തല്ലുകൂടാൻ. തനിക്ക് പാകത്തിനൊരാൾ അത് രാമനാണ്. രാമനോട് യുദ്ധം ചെയ്യാൻ എനിക്ക് പറ്റണില്ലല്ലോ, കാരണം തൻ്റെ പാർട്ടിയല്ലേ, തൻ്റെ പോസ്റ്റിലേക്ക് ഗോളടിക്കാൻ പറ്റൂ, അപ്പുറത്തേക്കല്ലേ പറ്റുള്ളൂ. ഇതിപ്പം രാമനോട് യുദ്ധം ചെയ്യാനുള്ള ഭാഗ്യം രാവണനുണ്ടായി, എനിക്കുണ്ടായില്ലല്ലോ. അതങ്ങനെ ഇടയ്ക്ക് മനസ്സിൽ വിചാരിക്കും. രാമൻ ആ സമയത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഈ അവതാരത്തെ പറ്റില്ല, ഇനിയൊക്കെ പൂർണ്ണമാക്കാനൊരു അവതാരം വരുന്നുണ്ട്, പൂർണ്ണാവതാരം. കൃഷ്ണാവതാരത്തിൽ സാധിപ്പിച്ചു തരാം. ഭക്തനിനി തല്ലണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, കുറച്ച് കൂടുതലാണ് ആഗ്രഹം, വേണ്ട. ഇനി ചീത്ത പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ശിശുപാല പറഞ്ഞോളൂ, തനിക്കിനിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വഴി ഉണ്ടാക്കി തരാം. ജാംബവാന് തല്ലണം എന്നാഗ്രഹം, ഓ ശരി. സത്രാജിത്തിന് കുറ്റം പറയണമെന്ന് ആഗ്രഹം ഉണ്ടോ? കുറ്റം പറഞ്ഞ് നടന്നോളൂ. ഇനി എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ സാധിപ്പിച്ചും കൊണ്ടൊരു അവതാരം. ഏതായാലും അതാണ് ഇപ്പം സാധിപ്പിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ജാംബവാന് വിഷമം. സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും വിഷമമുണ്ട്, അങ്ങനെ തല്ലിപ്പോയില്ലേ, എന്തെങ്കിലും ഒന്ന് പ്രായശ്ചിത്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങ് എൻ്റെ മകളെ വിവാഹം കഴിക്കുമോ? എന്താണ് അങ്ങക്ക് കഴിഞ്ഞ അവതാരത്തിലുള്ളതുപോലെ ഇല്ലല്ലോ, എന്ത് ഒന്നേ കഴിക്കുള്ളൂ എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാൽ പിന്നെ എൻ്റെ മകളെ അങ്ങ് വിവാഹം കഴിക്കുമോ? ശരി, അങ്ങനെ ആവാം എന്ന് പറഞ്ഞ് ജാംബവാൻ്റെ സന്തോഷത്തിനായിട്ട് ജാംബവതിയുടെ മകളെ ആര് സ്വീകരിച്ചു? ഈ ജാംബവാൻ്റെ മകൾ ജാംബവതിയെ ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെ ജാംബവതിയെയും ആ രത്നവും കൊണ്ട് ഭഗവാൻ കൊട്ടാരത്തിലെത്തി. ഭഗവാൻ അതും എടുത്തിട്ടില്ല എന്നറിഞ്ഞപ്പോഴേക്കും പ്രജകൾക്കൊക്കെ സന്തോഷമായി. സത്രായത്തിനെ വിളിച്ചു വരുത്തി രത്നം ആർക്ക് കൊടുത്തു? സത്രായത്തെ താൻ വെച്ചോളും എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ സത്രായത്തിന് ഈ കാശൊക്കെ കയ്യിലുണ്ടായിട്ടും ചീത്തപ്പേര്. കാശുണ്ടെങ്കിൽ ഏത് ചീത്തപ്പേര് മാറ്റാൻ പറ്റുന്ന പറയുക. അതെ, അങ്ങനെയൊക്കെ തന്നെയാണ് കുറേശ്ശൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പം കാശുണ്ടായിട്ടും എന്തായി? ഒരു രക്ഷയില്ല. ജനങ്ങൾ കുറ്റം പറയാൻ തുടങ്ങി. ഇത്രയൊക്കെ കഷ്ടത്രയും കാലം കൃഷ്ണനെ പറ്റി കുറ്റം പറഞ്ഞ് നടന്നില്ലേ താൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരാതി, ആക്ഷേപം. വലിയ വിഷമായി. തൻ്റെ പത്നിയോട് വന്ന് പറഞ്ഞു, എന്താപ്പം ചെയ്യുക, ഭഗവാനെ പറ്റി ആവശ്യമില്ലാണ്ട് കുറ്റം പറഞ്ഞ് നടന്നു. ഇതിപ്പം ഈ ആക്ഷേപം നീങ്ങണ്ടേ, തന്നെ പറ്റിയുള്ള പരാതി അത് പോകണമെങ്കിൽ എന്താ ചെയ്യുക? ഭഗവാനായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ല. ഒരു മകളേ ഉള്ളൂ സത്രായത്തിന്, പേര് സത്യഭാമ, വലിയ സുന്ദരിയാണ്. അവളെ പലരും വിവാഹം കഴിച്ചവരോ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം അങ്ങനെ ആരോടും ഇല്ല ഒന്നും പറയില്ല. കാശുകാരൊക്കെ വന്നാൽ തനിക്കുള്ളതാ എന്നൊക്കെ ഒരു ഉളുപ്പില്ലാണ്ട് പറയും ചെയ്യും. ഇങ്ങനെയൊരു ആളാണ് സത്രായത്ത്. ആ സത്രായത്ത് ആ വാക്കൊക്കെ മറന്നു. തൻ്റെ മകളെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്? ഭഗവാനെ വിളിച്ചു വരുത്തി. എന്നിട്ടോ സത്യഭാമയെ അങ്ങ് വിവാഹം കഴിക്കുമോ? ഭഗവാൻ പറഞ്ഞു, ഓ എന്താ കുഴപ്പം. ഭഗവാനെ സത്യഭാമയെ വിവാഹം കഴിച്ചു.
സ്ത്രീധനായിട്ട് ഈ രത്നം കൊടുത്തു. ഏത്? സ്യമന്തകരത്നം. ഭഗവാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ അതിനെതിരാ, സ്ത്രീധനം വേണ്ട, സത്യഭാമാരത്നം കൂടെ വന്നോട്ടെ, സ്യമന്തകരത്നം എനിക്ക് വേണ്ട, അങ്ങനെ വെച്ചോളൂ എന്ന് പറഞ്ഞ് സത്രായത്തിന് കൊടുത്തു. ഭഗവാൻ ആ രത്നം കാരണം ലാഭം ഉണ്ടായത്, 2 കല്യാണം ആ രത്നം കാരണം കഴിഞ്ഞു. ദേശം ചീത്തപ്പേരുണ്ടെങ്കിലും സത്രായത്തിൻ്റെ ചീത്തപ്പേര് പോയി. കാരണം ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുമ്പം കൃഷ്ണനെ പറ്റി കുറ്റം പറഞ്ഞല്ലേ ചോദിച്ചാൽ എന്ത് പറയും? എൻ്റെ മരുമകനാണ്, ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, പിന്നെ നമുക്കിപ്പോൾ എന്താ പറയണം, അവരുടെ കുടുംബകാര്യല്ലേ. അങ്ങനെ അദ്ദേഹവും രക്ഷപ്പെട്ടു. പക്ഷേ ചെറിയ പ്രശ്നം ഉണ്ടായി. ഈ സത്യഭാമയെ പലരും ആലോചിച്ചിട്ടുണ്ടല്ലോ. അതിൽ ശതധന്വാവ് എന്ന് പേരായിട്ടൊരു രാജാവ്, വലിയ കാശുകാരനാണ്, കുറേ കാശുണ്ടാനും 2 റുപ്യ കുറവുമാണ്. അദ്ദേഹം പോയി ചോദിച്ചിട്ടുണ്ട്, വിവാഹം കഴിച്ചു തരുമോ? തനിക്കുള്ളതാണെന്ന് അയാളോടും പറഞ്ഞിട്ടുണ്ട്. അയാളെ പലരും അങ്ങോട്ട് മൂപ്പിച്ചു. ശതന്വാവിൻ്റെ അടുത്ത് വന്നിട്ട് തനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ കുട്ടിയെ കൃഷ്ണന് കൊടുത്തില്ലേ, പോയി ചോദിക്കടോ എന്നൊക്കെ ആര് പറഞ്ഞു? പലരും പറഞ്ഞു. ആ കൂട്ടത്തിൽ പ്രധാനമായിട്ട് ഏഷണി കൂട്ടിയത് ആരാ ചോദിച്ചാൽ അക്രൂരരാ. ആരാണ്? ഇന്നലെ അക്രൂരെ പറ്റി പറയുമ്പോൾ ഭാഗവത്തിൽ അക്രൂരോ വിജതാം രാത്രിം മധുപുര്യാം മഹാമതി ഉഷിത്വാ രഥമാസ്ഥായ പ്രയൗ നന്ദഗോകുലം. അക്രൂരരുടെ ഭക്തിയെ പറ്റിയൊക്കെ വിസ്തരിക്കുന്നുണ്ട്. ആ അക്രൂർ ഇങ്ങനെ ഏഷണി പറഞ്ഞു ചോദിച്ചാൽ സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ ശ്രദ്ധിച്ചാൽ മതി, ആചാര്യന്മാരെ. ഇവിടെ ഇരുന്ന ഭാഗവതം ഇങ്ങനെ പറയും, ഇത് മടക്കി വെച്ചാൽ, എൻ്റെ കാര്യം പറയട്ടെ, മറ്റുള്ളവർ അങ്ങനെയൊന്നുമില്ല, ഇത് മടക്കി വെച്ചാൽ ഇതുപോലെ തന്നെ ഏഷണി പറയാനും ഒരു പ്രയാസമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അതുതന്നെയാണ് അക്രൂരുടെയും പ്രശ്നം. ഭക്തി ഉണ്ട്, നമുക്കൊക്കെ ഭക്തി ഉണ്ട്, നാമം ജപിക്കുന്നുണ്ടൊക്കെ ശരി തന്നെ. പക്ഷെ അത് ഭാഗവതമുള്ളതുകൊണ്ടാണ്. ഇത് മടക്കി വെച്ചാൽ എന്താ പറയുക, അതുപോലെ തന്നെ എന്തും പറയും, കുറ്റം പറയാനും ഒരു മടിയില്ല എന്നർത്ഥം. അത് പോകണം. നാമജപം നിർത്തിച്ചാൽ ഭാഗവതം കേൾക്കണം, നിർത്തിയാലുള്ള ദോഷം പറയാണ്, ആ വാസന എങ്ങോട്ട് പോവും? കുറ്റം പറയലിലേക്ക് പോവും, ഉറപ്പാണ്. ഇവിടെ ഭഗവാന്റെ നാമം ജപിക്കുന്നത് അക്രൂരർ നിർത്തി അന്ന് മുതൽ അദ്ദേഹത്തിന് വിഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് നിർത്തണ്ട, സപ്താഹം നിർത്തേണ്ട കാര്യമൊന്നുമില്ല, ഭാഗവതം നിർത്തേണ്ട കാര്യമില്ല, അതിങ്ങനെ പോയിക്കോട്ടെ, സമാധാനം തരുന്ന സംഗതിയല്ലേ, ഇതിനത് ഒഴിവാക്കണം, അത് മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുക വേണ്ടത്. ഭക്തി പോയാൽ, നാമജപം നിന്നാൽ, ഏതെങ്കിലും ഒരു ഉപാസന ഉണ്ടെങ്കിൽ നിന്നു പോയാൽ അവർക്കുണ്ടാവുന്ന അധപ്പതനം കാണിക്കാനാണ് ഇപ്പോൾ അക്രൂരയുടെ കഥ. അദ്ദേഹം താനൊരു ഭക്തനാന്നുള്ളൊരു അഭിമാനം ഉണ്ടായിരുന്നു, അത് പോയി കിട്ടി. ഇത് കാരണം അക്രൂർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ശതന്വാവ് പോയി ചോദിച്ചു. ചോദിക്കൽ നിന്നില്ല, അത് തർക്കമായി, യുദ്ധമായി. അവസാനം ശതന്വാവ് ആരെ കൊന്നു? ഈ സത്രായത്തിനെ വധിച്ചു. രത്നവുമായിട്ട് അക്രൂരുടെ അടുത്തേക്ക് വന്നു. അക്രൂരോട് പറഞ്ഞു, താൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. അക്രൂർ പറഞ്ഞു, ഞാനെന്ത് പറഞ്ഞു ചെയ്യാൻ? പോയി ചോദിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ. അവർ തമ്മിൽ തർക്കിക്കുമ്പോൾ കാണാൻ രസമാവുമല്ലോ, ഇത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് പോയി കൊല്ലുന്നപ്പം അക്രൂർ വിചാരിച്ചു, ഞാൻ കൊല്ലാനൊന്നും പറഞ്ഞില്ല, താൻ വലിയ അപരാധ ചെയ്തത്, തന്നെ പിടിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി നിൽക്കുക, തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ പിടിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രത്നം അക്രൂരുടെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞ് ആര് പോയി? ശതന്വാവ് സ്ഥലം വിട്ടു. അക്രൂരാവട്ടെ ഈ രത്നം കൈ പിടിച്ചിന് ഇപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്നാ പ്രശ്നമാവും. ഭഗവാനെ മുഖം കാണിക്കാൻ അത് സമ്മതിക്കും. താൻ തെറ്റ് ചെയ്തു പോയല്ലോ ഉള്ള വിഷമം കൊണ്ട് അദ്ദേഹം ആ രത്നവുമായിട്ട് തീർത്ഥാടനത്തിന് പോയി. അങ്ങനെ കാശിയിലെത്തി. ഇതാണ് അക്രൂരുടെ കഥ. താൻ ചെറിയൊരു അബദ്ധം കാണിച്ചു, അതുകൊണ്ട് അതിൻ്റെ വിഷമം കൊണ്ട് അദ്ദേഹം പ്രായശ്ചിത്തമായിട്ട് ആ കിട്ടുന്ന സമ്പത്തൊക്കെ അവിടെ തന്നെ ചിലവാക്കും. ദൂർത്തടിക്കല്ല, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ദാനധർമാദികൾ ചെയ്തുകൊണ്ട്, അവിടെ വരുന്ന സജ്ജനങ്ങൾക്കൊക്കെ വസ്ത്രം കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നു. താനൊരു ഒറ്റ കൊണ്ട് കൊടുത്തിരിക്കുക. അവിടെ ഒരാഡംബരവുമില്ല. വരുന്നവർക്കൊക്കെ ധാരാളം ഭക്ഷണം, താമസിക്കാനുള്ള സൗകര്യം, സ്നാനഘട്ടങ്ങൾ. അങ്ങനെ അദ്ദേഹം ആ രത്നത്തെ അങ്ങനെ ഉപയോഗിച്ചു. ഇവിടെ പ്രശ്നം എന്താ ചോദിച്ചാൽ, ഭഗവാൻ തൻ്റെ ഫാദറിനിലോ മരിച്ച കാര്യം എപ്പോഴാണ് അറിയണത്? അത് സത്യഭാമയും കൊണ്ട് പോയതായിരുന്നു ഹസ്തിനാപുരിയിലേക്ക്. അപ്പോഴാണ് അവിടെ വെച്ച് ഒരാൾ വന്ന് പറഞ്ഞു, ഭഗവാനും സത്യഭാമയും ഒരുമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് സത്യഭാമയ്ക്ക് ഷോക്കാവുമല്ലോ അച്ഛൻ മരിച്ച വാർത്ത കേട്ടാൽ. ഭഗവാനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അതെ കൃഷ്ണ, സത്യഭാമയുടെ അച്ഛൻ നോ മോർ, സത്യഭാമയുടെ അച്ഛൻ മരിച്ചു എന്നങ്ങോട്ട് പറഞ്ഞു. അത് കേട്ട ഭഗവാൻ ദുഃഖിച്ചോ, ഉള്ളിൽ ചിരിക്കുകയുണ്ടായത്. നന്നായി, അതായാലും എൻ്റെ കൈകൊണ്ട് ചാവേണ്ടതായിരുന്നു ദുഷ്ടൻ, എന്നെ പറ്റി കുറ്റം പറഞ്ഞ് നടന്നതും പോരാ, ഏതായാലും മരിച്ചല്ലോ എന്ന് വിചാരിച്ചു. അടുത്തേക്ക് നോക്കിയപ്പോൾ ആരുണ്ട്? അടുത്ത് സത്യഭാമ അടുത്തുണ്ട്. ചിരിക്കാൻ പറ്റും? ഭഗവാൻ സത്യഭാമയുടെ തോളത്ത് കയ്യങ്ങോട്ട് വെച്ച് കരയാൻ തുടങ്ങി. സത്യഭാമയെ, നമ്മുടെ അച്ഛൻ പോയി സത്യഭാമയെ എന്ന് പറഞ്ഞങ്ങോട്ട് ഒരു 1.5 മണിക്കൂർ ആര് കരഞ്ഞു? ഭഗവാൻ കരഞ്ഞു. സത്യഭാമ പറഞ്ഞു, നിർത്തിക്കോളൂ, എനിക്ക് ഇത്ര വിഷമമില്ല. വെറുതെ നേരം കളയണോ? അവർക്ക് വിഷമമില്ലെങ്കിൽ എന്തിനാ? ഭഗവാൻ നിർത്തി. ഇത് ഗൃഹസ്ഥ ജീവിതമാണ് വർണ്ണിക്കുന്നത്. കുറച്ചൊക്കെ അഭിനയിക്കാൻ പഠിച്ചില്ലെങ്കിൽ വിവാഹം കഴിക്കാണ്ടിരിക്കുക. വിവാഹം കഴിച്ചാൽ കുറച്ച് അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ എവിടെയും പോവുക, പോയിട്ട് കുറച്ചൊക്കെ ഒന്ന് അഭിനയം പഠിച്ചാൽ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കാൻ പറ്റും.
ഒക്കെ അങ്ങനെ കൃത്യം നടന്നോളം എന്നില്ല എന്നർത്ഥം. ഭാര്യ കരയുമ്പോൾ നമുക്ക് കരച്ചിലൊന്നും വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? കഷ്ടമായിട്ട് എനിക്ക് നല്ല വിഷമം, ഒരു വിഷമമില്ല എന്നാലും നല്ല വിഷമമുണ്ട് എന്നൊക്കെ അങ്ങോട്ട് പറയുക. അവൾ ചിരിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നിയില്ല, നല്ല തമാശ, ഈ അടുത്തൊന്നും അങ്ങനെ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതിനൊക്കെ കുറച്ചൊക്കെ വേണ്ടി വരുന്ന കാണിക്കുകയാണ്. ഏതായാലും സത്യഭാമയ്ക്ക് സന്തോഷമാവാൻ വേണ്ടി നിൻ്റെ അച്ഛനെ കൊന്നാളെ കൊന്നിട്ടേ ഞാൻ പ്രവേശിക്കുള്ളൂ ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ആര് പുറപ്പെട്ടു? ഭഗവാൻ പുറപ്പെട്ടു. ശതന്വാവിനെ കണ്ടു, കൊന്നു, പക്ഷെ രത്നം കിട്ടിയില്ല. ബലരാമേട്ടൻ അടിമുടി ആരെ നോക്കി? കൃഷ്ണൻ അങ്ങനെ സംശയത്തോടു കൂടി നോക്കുകയാണ്. രത്നം നീ എടുത്തുവോ? ആ പാൻറ്റിൻ്റെ പോക്കറ്റിലെങ്ങാനും ഇട്ടുവോ? ഏട്ടൻ പോലും സംശയിച്ചില്ല. ഇതാണ് സമ്പത്തിൻ്റെ കുഴപ്പം. വലിയ പ്രശ്നങ്ങളൊക്കെ നോക്കൂ, അന്വേഷിച്ചു പോയാൽ എന്താ വിഷയം? വലിയ ബന്ധങ്ങൾ പോലും ശിഥിലമാവണത് കാശിൻ്റെ മുകളിലല്ലേ. ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് വാശി പിടിക്കും, ഏട്ടന് മണിയിടും. എന്തായി കഴിഞ്ഞാലോ നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മയാണ്. എന്തിൻ്റെ പേരില? അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തതസുഖലേശ സത്യം പുത്രാദപി ധനഭാജാം ഭീതി സർവത്രൈഷാദീതാരീതി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നമ്മളെ വിളിക്കുക, നമ്മളെ പേരൊക്കെ ഉണ്ട് അതിൽ. ഈ അർത്ഥത്തെ ഭജിക്കുന്നതിന് പകരം ഗോവിന്ദനെ ഭജിക്കൂ. ഗോവിന്ദൻ്റെ കൂടെയാണ് ആരുള്ളത്? അർത്ഥം എന്നും ഉണ്ടാവുക ഭഗവാന്റെ കൂടെ ലക്ഷ്മി ഉണ്ടാവുക. ലക്ഷ്മി വേണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ ഭജിക്കുക. ഇവരുള്ളവരങ്ങനെയാണ്. എന്നാൽ കാര്യം നടന്നു പോയിക്കോളും. ഭജിക്കുന്നവരെ ശ്രദ്ധിച്ചു നോക്കൂ, അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല, അവരുടെ കാര്യങ്ങൾ അവർക്ക് ആർത്തിയില്ല, നടന്നു പോകണമെന്നേ ഉള്ളൂ. പോണവരങ്ങനെ പോകുന്നല്ലാതെ വലിയ ഭ്രമൊന്നുമില്ല. അതാണ് വേണ്ടത്. അതല്ലാതെ അർത്ഥത്തെ ആശ്രയിച്ചാൽ അർത്ഥം എന്നല്ല പറയേണ്ടത്, അതിന് അനർത്ഥം എന്നാണ് പറയേണ്ടത്. അതാണിപ്പോൾ ഇവിടെ ഉണ്ടായത്. ഏട്ടനും അനിയനും തമ്മിൽ പോലും ലേശൊരു പ്രശ്നം ഉണ്ടായില്ലേ? ആ ഏട്ടൻ ബലരാമേട്ടൻ പറഞ്ഞു, എനിക്ക് ആകെ ഒരു പ്രയാസം, ഡിപ്രഷൻ. എന്താണ്? ഈശ്വരൻ്റെ ഡിപ്രഷൻ. എന്നിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ നായക്ക് ഡിപ്രഷൻ, വീട്ടിൽ വളർത്തുന്ന നായക്ക്. അത് കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക. എങ്ങനെ ഉണ്ടാവാൻ? നമ്മളെ കൂടെയല്ലേ കഴിയുന്നത്. LKG കുട്ടിക്ക് കുട്ടി പറയാം സ്ട്രെസ്ഡ്, ഡിപ്രസ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ കാലമാണ് ആവട്ടെ. ഏതായാലും അങ്ങനെ ആ ബലരാമേട്ടൻ തൻ്റെ ഡിപ്രഷൻ മാറ്റാൻ എങ്ങോട്ട് പോയി? ജനകൻ്റെ അടുത്തേക്ക് പോയി, മിഥിലയിലേക്ക്. മിഥിലയിലെ ജനകൻ വലിയ കേമനാണ്, വേദാന്തിയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം വേദാന്തം അല്ലാണ്ട് വേറൊരു വിഷയം ഡിപ്രഷൻ മാറ്റാൻ ഇല്ല. കുറച്ച് ലഹരിയൊക്കെ കഴിച്ചാൽ കുറച്ച് നേരത്തേക്കൊക്കെ ഒരു ഉണ്ടാവുമായിരിക്കും. ഒന്ന് കുടിച്ചേ കഴിക്കുകയോ ചെയ്താൽ കുറച്ച് നേരത്തേക്ക് ഒന്ന്, അത് കഴിഞ്ഞാലോ പിന്നെയും പഴയത് വരില്ലേ? ആ പ്രശ്നങ്ങൾ വീണ്ടും വരില്ലേ? നേരെ മറിച്ച് ഭാഗവത ലഹരി ഉണ്ടെങ്കിലോ അടിച്ചു നോക്കൂ, നമുക്ക് അനുഭവമുള്ളതല്ലേ. അങ്ങനെ ഇരിക്കുക, ആ സൈഡ് എഫക്റ്റും ഇല്ല. അതാണ് ഇതിൻ്റെ ഗുണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ലോകത്തെപ്പറ്റി ചിന്തയില്ല, ആരെന്ത് പറയണമെന്നുള്ള ശ്രദ്ധിക്കില്ല, അതൊന്നും ഒരു വിഷയമല്ല. അങ്ങനെ സഞ്ചരിക്കുക സമാധാനമായിട്ട്. അതല്ലാണ്ട് വേറെ വഴിയില്ല. ഈശ്വരന് പോലും മനസ്സ് ശുദ്ധമാവാൻ, മനസ്സിലുള്ള വിഷമം തീർക്കാൻ ജനകൻ്റെ അടുത്തേക്ക് പോയി വേദാന്ത വിചാരം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യം പറയാനുണ്ടോ? കുറച്ച് പാട്ട് കേട്ടാലോ ഡാൻസ് കളിച്ചാലൊക്കെ തൽക്കാലമൊക്കെ ഒരു സമാധാനം ഉണ്ടാവുമായിരിക്കും, പക്ഷെ പൂർണ്ണമായിട്ടുണ്ടാവില്ല. അത് തത്വവിചാരം കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിത ജനകാദയ. ഗീതയിൽ ആകെ പേരെടുത്ത് പറഞ്ഞ ഒരാളെ പേര് മാത്രം, വേറൊരു പേര് കാണില്ല. ജനകാദയ, കർമ്മം കൊണ്ട് സിദ്ധി നേടിയവരിൽ ജനകൻ മുതലായവർ. ആ ജനകൻ്റെ അടുത്തേക്ക് പോയി തത്വവിചാരത്തിന്. ഏട്ടനും അനിയനും തെറ്റി നിൽക്കുകയെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മുതലെടുക്കാൻ കുറച്ച് പേര് അതുണ്ടാവും, കരുതണം. നമ്മൾ തെറ്റി നിന്നാൽ അത് മുതലെടുക്കാൻ കുറേ പേരുണ്ടാവും. ധൃതരാഷ്ട്ര തൻ്റെ മകനെ ദുര്യോധനെ പറഞ്ഞയച്ചു. ഇപ്പം കൃഷ്ണനില്ല ഏട്ടൻ്റെ കൂടെ, നീ അങ്ങോട്ട് പോയാൽ ചില വിദ്യകളൊക്കെ സ്പെഷ്യലായിട്ട് പഠിക്കാം എന്ന് പറഞ്ഞ സമയത്ത് ദുര്യോധനൻ ബലരാമൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ ഗദായുദ്ധം ബലരാമൻ്റെ കീഴിൽ പഠിച്ചു. അതുകൊണ്ടാണ് ബലരാമേട്ടന് പാണ്ഡവരോട് ഇഷ്ടമില്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ അധികം കുറച്ചിഷ്ടം ആരോട് കൂടും? ദുര്യോധനോട് കൂടും. കാരണം തൻ്റെ സ്റ്റുഡൻറ്റാണ്, MPhil എൻ്റെ കീഴാണ് ചെയ്തത് എന്ന് പറയും അദ്ദേഹം. അപ്പം അങ്ങനെ ഒരു വാത്സല്യം കുറച്ചധികം ദുര്യോധന കിട്ടിയിട്ടുണ്ട്. ആരുടെ? ഈ ഒരു ഏട്ടൻ്റെ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും പ്രശ്നം വന്നില്ലേ? രത്നം കാണാനില്ല, ഭഗവാനെ പറ്റിയല്ലേ ജനങ്ങൾ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്തൊക്കെ ചീത്തപ്പേര് ഭഗവാനുണ്ടായി. സമന്തകം കണ്ടിട്ടില്ല, ചീത്തപ്പേരുണ്ടായിട്ടുണ്ട് ഭഗവാന് പോലും. നമ്മളെ കാര്യം പറയണം. ഭഗവാൻ അന്വേഷിച്ചു, മനസ്സിലായി അക്രൂരുടെ കയ്യിലാണ് രത്നം. എങ്ങനെ മനസ്സിലായി? ആ രത്നം കാണാണ്ട് എന്ന് മുതൽ അക്രൂരെയും കാണാനില്ല. പിന്നെയോ അക്രൂരർ ഇരിക്കുന്ന ദിക്കിൽ മഴ പെയ്യും. ഇവിടെ ഇപ്പോൾ മഴ ഇല്ല. മഴ ദ്വാരകയിൽ മഴ ഇല്ല, കാശിയിൽ നല്ല മഴയാണ്. ആര് കാശിയിലുണ്ട്? അക്രൂരുണ്ട്. മനസ്സിലാക്കി ഭഗവാൻ ദൂതനെ വിട്ടു. ദൂതൻ അവിടുത്തെ സമയത്ത് ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. അക്രൂരർ അവിടെ ദാനധർമാദികൾ ചെയ്ത് കഴിയുകയാണ്.
കാര്യം മനസ്സിലാക്കി അക്രൂരർ ആ രത്നവുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്ന് കാൽക്കൽ വെച്ച് തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. തൻ്റെ കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദം അഭിഷേകം പറ്റിപ്പോയി. വേണമെന്ന് കരുതിയിട്ടല്ല, അബദ്ധം പറ്റി. നാമജപം ഒന്നുപോയി, അറിയാണ്ട് ചില വാക്കുകളൊക്കെ പറഞ്ഞു. ഇത്രയൊന്നും അപകടമാവെന്ന് വിചാരിച്ചിട്ടില്ല. അവർ തമ്മിൽ തർക്കിക്കുന്നേ വിചാരിച്ചിട്ടുള്ളൂ. നമ്മളും ആലോചിക്കണം. ചില ബുദ്ധിയില്ലാത്തവരോടൊക്കെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തൊക്കെ ചെയ്യും നമുക്കറിയും. പറ്റിച്ച മിണ്ടാണ്ടിരിക്കുക നല്ലത്. അവസാനം നമുക്ക് വിഷമമുണ്ടാവും. നമ്മൾ പറഞ്ഞതിൻ്റെ മുകളിലല്ലേ ഈ വലിയ പ്രശ്നം ഉണ്ടായത്. ഏതായാലും രത്നം ഭഗവാന് സമർപ്പിച്ചു. ഭഗവാൻ ആ രത്നം എടുത്ത് ജനങ്ങളോട് പറഞ്ഞത്, കണ്ടില്ലേ രത്നത്തിൻ്റെ കഥ, ഈ രത്നം ഞാനല്ല എടുത്തത്, ഇങ്ങനെയാണ് കഥ. ഇനിയിപ്പോൾ ഈ രത്നം ആർക്ക് കൊടുക്കണം? അത് ഭഗവാൻ അവകാശപ്പെട്ട രത്നമാണ്. ഇവിടെയുള്ള എല്ലാ രത്നങ്ങളും ആരുടെയാണ്? ഭഗവാന്റെ തന്നെയാണ്. ഇതൊക്കെ ഭഗവാന്റെയാണ്. പിന്നെ സമ്പാദിച്ച് കഷ്ടപ്പെട്ട് നേടിയത് ആര് ചോദിച്ചാൽ സത്രാജിത്താണ്. പക്ഷെ ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ സത്രാജിത്തിൻ്റെ രത്നം ആർക്ക് അവകാശപ്പെട്ടതാ? സത്രാജിത്തിൻ്റെ ഒറ്റ മകളെ ഉള്ളുന്ന മകൾക്ക് അവകാശപ്പെട്ടതാ. ആ മകൾ ആർക്ക് അവകാശപ്പെട്ടതാ? ഭഗവാൻ അവകാശപ്പെട്ടതാ. അങ്ങനെയാണ് രത്നം ആർക്ക് അവകാശപ്പെട്ടതാ? അങ്ങനെ നോക്കിയാലും ഭഗവാൻ അവകാശപ്പെട്ടതാ. എന്നിട്ട് പോലും ഭഗവാൻ എന്ത് ചെയ്തില്ല? ആ രത്നം എനിക്ക് വേണ്ട അക്രൂരരെ, ഇത് താൻ വെച്ചോളൂ. അക്രൂർ ചോദിച്ചു, എനിക്ക് എന്തിനു തരിക? അല്ല, ഈ രത്നം പലരുടെ കയ്യിലും കിട്ടി. പക്ഷേ അവരൊക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? കഷ്ടപ്പെട്ട് നേടിയതാണ് സത്രാജിത്ത്. എന്നിട്ടോ കാണിച്ചു നടന്നു. എന്താണ്? കഷ്ടപ്പെട്ട് നേടിയതാണെങ്കിലും പത്രാസ് കാണിച്ച് നടക്കാണ്ടിരിക്കുക നല്ലത്. അതാണ് സത്രാജിത്തിന് പറ്റിയ അബദ്ധം. അതുകൊണ്ട് എന്ത് പറ്റി? ഭഗവാന് കൊടുത്തില്ല. ഭഗവാന് കൊടുക്കാത്ത രത്നം നഷ്ടപ്പെടും. അത് ആർക്ക് കൊടുത്തു? അത് മമത കൊണ്ട് അനിയന് കൊടുക്കേണ്ടി വന്നു. അനിയനാവട്ടെ നായാട്ടിന് പോയി. നായാട്ട് പറഞ്ഞാൽ ധൂർത്തടിക്കുക എന്നർത്ഥം. നായാട്ട് എന്ന് പറയില്ല, നമ്മളെന്നെ പറയാറില്ലേ, നായാട്ടായിട്ട് നടക്കുക എന്ന് പറഞ്ഞ അർത്ഥം കാഴ്ചയുടെ പിന്നാലെ കണ്ടുപോയി, ചെവിയുടെ ശബ്ദത്തിന് പിന്നാലെ ചെവി, കഴിക്കുക, കുടിക്കുക, ഒറ്റ ജീവിതമുള്ളൂ, അടിച്ചു പൊളിക്കുക എന്നാണ്. എന്താണ് നായാട്ട്? ഒറ്റ ജീവിതമൊന്നും എല്ലാം ഉള്ളത് കുറച്ച് കഴിയുമ്പം എന്തെങ്കിലും മനസ്സിലാവുമായിരിക്കും. ഇന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇന്നലെ ഇല്ലായിരുന്നോ? ഓർമ്മയില്ല? ഇല്ലേ? ഇന്നലെ ഇല്ല ഇല്ലേ? ഇന്നലെ ഉണ്ട്, ഇന്നുണ്ടല്ലോ അല്ലേ? നാളെ ഉണ്ടാവുമല്ലോ. ഇതന്നെയുള്ളൂ. അപ്പം പൂർവ്വജന്മമുണ്ട്, ഈ ജന്മമുണ്ട്, ഇനി ഉണ്ടാവും. അതറിയണം എന്നർത്ഥം. അപ്പം അങ്ങനെ പോണതാണ് നായാട്ട്. അതാണ് പ്രസേനൻ്റെ സ്വഭാവം. അതുകൊണ്ടും അയാൾക്ക് നഷ്ടം തന്നെ ഉണ്ടായത്, നാശം ഉണ്ടായത്. അത് ജാമ്പവാന് കിട്ടിയ ആൾ കളിക്കാനെടുത്തു. അയാൾ ഷെയർ മാർക്കറ്റിലിട്ടു. കളിക്കാൻ എടുക്കാൻ പറഞ്ഞതാണ്. തൽക്കാലം നേട്ടം ഉണ്ടാവും, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് കരുതണം. ഇടുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ അത് പോയാൽ അറ്റാക്ക് വരരുത്. അത്രയുള്ള എവിടെ വേണമെങ്കിൽ കിട്ടുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. കത്തിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. അറ്റാക്ക് വരാൻ നോക്കിയാൽ മതി. അത് തന്നെ ബാധിക്കാണ്ടിരിക്കുമെങ്കിൽ എന്തായാലും എന്താ. പക്ഷെ കളിക്കാനെടുത്തു. പണം കൊണ്ട് കളിക്കുകയല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? അതല്ല അക്രൂരർ കാണിച്ചത്. അക്രൂരർ എന്ത് ചെയ്തു? അക്രൂരർ സപ്താഹം നടത്തി. എന്താണ്? ആ സപ്താഹം നടത്തിയില്ലെങ്കിലും സത്സംഗം, അവിടെ വരുന്നവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നവർക്ക് അതിനുള്ള സൗകര്യം ആ കാശ് കൊണ്ട് ചെയ്തു കൊടുത്തു. സ്നാനഘട്ടങ്ങൾ നിർമ്മിച്ചു കൊടുത്തു. അവർക്ക് വസ്ത്രം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഭഗവാന്റെ സങ്കല്പം അക്രൂരുടെ കയ്യിൽ ഈ കാശ് ശാശ്വതമായിട്ട് നിൽക്കട്ടെ. ദാനേന ധനവൃദ്ധി സ്യാത്. സൽക്കർമ്മം ചെയ്യുന്നവരുടെ കയ്യിൽ ധനം എല്ലാ കാലത്തും നിൽക്കും. അതല്ലെങ്കിൽ നിൽക്കില്ല. അതാണ് ഇപ്പോൾ കഥയുടെ ഒരു താല്പര്യം. സൽക്കർമ്മം ചെയ്യണവരുടെ കയ്യിലുണ്ടാവും. എത്ര തറവാടുകൾ, എത്ര കാശുണ്ടാക്കി, അവരൊക്കെ എല്ലാ കാലവും ഉണ്ടാവും നമ്മൾ വിചാരിച്ചു. ഉണ്ടായോ? എന്തേ പറ്റിപ്പോയി? അന്വേഷിച്ച് പോയാൽ മനസ്സിലാവും. എവിടെ എന്ത് നിന്നു? ധർമ്മം നിന്നു, ഈശ്വരാരാധന നിന്നു. ധർമ്മം നഷ്ടപ്പെട്ടാൽ കാശ് നിൽക്കില്ല, അത് പോവും. നേരെ മറിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പല ആശ്രമങ്ങളും തറവാടുകളും ഒക്കെ. അന്വേഷിച്ച് പോയാൽ മനസ്സിലാവും അവരെന്ത് വിട്ടിട്ടില്ല? ഇപ്പോഴും ധർമ്മം വിട്ടിട്ടില്ല. ധർമ്മം ഉള്ളവരുടെ കയ്യിൽ മാത്രമേ ശാശ്വതമായിട്ട് ആനന്ദമാകുന്ന രത്നം ഉണ്ടാവൂ. അല്ലെങ്കിൽ എന്നും അസ്വസ്ഥമായിട്ട് കഴിയേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഈ കഥയുടെ താല്പര്യം. ഏതായാലും ഭഗവാൻ ഇപ്പം 3 വിവാഹം കഴിച്ചു. രുക്മിണി, സത്യഭാമ, ജാമ്പവതി, പിന്നെ ലക്ഷ്മണ, കാളിന്തി, അങ്ങനെ 8 വിവാഹം പ്രധാനമായിട്ട് കഴിച്ചു. പിന്നെ 16,100 വിവാഹം കഴിച്ചു. എത്ര? 16,100. 100 എന്നും പറയും, 16,000 എന്നും പറയും. എന്ന് പറഞ്ഞാൽ ഭാഗവത്തിന് രണ്ടെണ്ണം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം കുറച്ചില്ല. എന്തായാലും കൂടുതൽ പറയണം, കുറച്ചാൽ മോശം, അത്രയേ ഉള്ളൂ. ധാരാളം കഴിച്ചു എന്നർത്ഥം. ഇവിടെ എത്ര ജീവജാലങ്ങളുണ്ട്. ഇവരുടെയൊക്കെ പതി ആരാ? നമ്മളുടെയൊക്കെ ഭർത്താവ് ആരാ? പുരുഷന്മാരുടെ സ്ത്രീകളുടെയൊക്കെ ഭർത്താവ്. ഭർത്താവ് പറഞ്ഞാൽ ഭരിക്കുന്നവൻ ആരാ? കോടാനുകൂടി ജീവജാലങ്ങളുണ്ട്. ഇവരെയൊക്കെ പരിപാലിക്കുന്നവൻ അത് ഭഗവാനാണെന്നാണ് താല്പര്യം. എങ്ങനെ 16,100 വിവാഹം കഴിച്ചു? അപ്പോൾ കഥാ രീതിയിൽ പറയുകയാണ്. അതെന്താ ഉണ്ടായിച്ചാൽ പണ്ട് നരകാസുരൻ, നരകൻ്റെ വരായിട്ടൊരു അസുരൻ ഉണ്ടായിരുന്നു. ആരാ ഈ അസുരൻ? വലിയ ശക്തിയുള്ള ആളാണ്. ഭഗവാന്റെ മകനാ. ആരുടെ? ഭഗവാൻ അസുരക്കുട്ടി ഉണ്ടായോ? കരുതിയില്ലെങ്കിൽ നമുക്കും ഉണ്ടാവും. ഭഗവാന് പോലും അസുരക്കുട്ടി ഉണ്ടായി. വരാഹത്തിന് ഭൂമിദേവിയിൽ ഉണ്ടായതാണ് ആര്? ഈ അസുരൻ.
വരാഹത്തിന് ആ സമയത്ത് ഹിരണ്യാക്ഷനോട് ദേഷ്യമായിരുന്നു. അച്ഛന് ദേഷ്യം, അമ്മയ്ക്ക് ഭയം. ദേഷ്യവും ഭയവും കൂടി ചേർന്ന സമയത്ത് ആരുണ്ടായി? ശ്രദ്ധിക്കണം എന്നർത്ഥം. മക്കൾ മോശമായാൽ അധികം പേരും പറയാ മക്കളെ അച്ഛനെ അമ്മയെ പറയുക. അപ്പം അതുകൊണ്ട് കരുതണം എന്നർത്ഥം. അവരുടെ പെരുമാറ്റം, അവരുടെ സംസാരം, വർത്തമാനം ഇതൊക്കെ ആര് കേൾക്കും? കുട്ടി വളർന്നു വരുമ്പോൾ മിണ്ടൊന്നുമില്ല, പ്രതികരിക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കും. എന്താ അച്ഛൻ പറയണം, എന്താ അമ്മ പറയണോ? അവരപ്പം മിണ്ടാണ്ടിരിക്കും. പിന്നെ ആൾ കൂടുമ്പോൾ അവർ ഉറക്കെ വിളിച്ച് പറയും. അപ്പോൾ നമ്മളത് കേട്ടിട്ട് പത്ത കുട്ടികളുടെ ഒരു കാര്യം നമ്മളീ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയണത്. പക്ഷേ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇനി അവരെ മുന്നിലെങ്കിലും ഒന്ന് യുദ്ധം ചെയ്യാണ്ടിരുന്നാൽ നല്ലതാണ്. അവർ കാണുമെങ്കിലും ഒന്ന് ബഹളം വയ്ക്കാണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഈ കഥ കാണിച്ചിരുന്നത്. ഭഗവാൻ ആ സമയത്ത് ഹിരണ്യാക്ഷനോട് ദേഷ്യമായിരുന്നു. വരാഹത്തിന് ദേഷ്യം, ഭൂമിക്ക് പേടി. ഉണ്ടായ മകൻ അസുരക്കുട്ടി, അയാളാണെച്ചാൽ വരം വാങ്ങി എന്നെ അച്ഛനെ കൊല്ലാവൂ. എന്നാൽ മരണം ഉണ്ടാവില്ലല്ലോ, അച്ഛൻ കൊല്ലുമോ? ഇന്നിപ്പോൾ കാണണ്ടേ, ഇന്ന് മകൻ അച്ഛനെയും കൊല്ലുന്നുണ്ട്, അമ്മ തന്നെ മക്കളെ കൊല്ലുന്നുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നുമില്ലായിരുന്നു. പണ്ട് ശങ്കരാചാര്യർ തന്നെ പറയണത് എന്താ വെച്ചാൽ, കുപുത്രോ ജായേത ക്വചിതപി കുമാതാ ന ഭവതി. ദുഷ്ടന്മാരായിട്ടുള്ള പുത്രന്മാരുണ്ടായേക്കാം, എന്നാലും ദുഷ്ടത്തിയായിട്ടുള്ള അമ്മ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ എന്ന് ആര് പറഞ്ഞു? ഇന്ന് വരണമായിരുന്നു ശങ്കരാചാര്യർ. അപ്പം മനസ്സിലാവും അന്ന് ഞാൻ അറിയാണ്ട പറഞ്ഞു പോയത്, അത്ര പ്രതീക്ഷിച്ചില്ല, അത്രയേ ഉള്ളൂ. ഇന്നിപ്പം മാറി. ഇന്നിപ്പം പെറ്റമ്മയ്ക്ക് തന്നെ ചേലയ്ക്കും മാലയ്ക്കും വേണ്ടി കുട്ടികളെ കളയാനും ഉപേക്ഷിക്കാനും മുക്കിക്കൊല്ലാനൊന്നും ഒരു മടിയില്ലാത്ത കാലമായി. പക്ഷെ പണ്ട് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അച്ഛനെ കൊല്ലാവൂ, അമ്മ സമ്മതിക്കണം എന്നുള്ള വരം വാങ്ങി. അപ്പം തനിക്കിനി മരണമില്ലല്ലോ, അങ്ങനെ അഹങ്കരിച്ച് നടന്നു. ധാരാളം സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ പല ദിക്കിൽ നിന്നായിട്ട് തട്ടിക്കൊണ്ടുവന്നു. അവരുടെ കണക്കാണെന്ത്? 16,100. അവരുടെ അനുവാദം ഇല്ലാണ്ട് പ്രാപിച്ചാൽ തല പൊട്ടിത്തെറിക്കുന്ന ശാപമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവർ അനുവദിക്കും എന്ന് കണക്കാക്കി അങ്ങനെ കൊണ്ടുവന്ന് പാർപ്പിച്ചതാണ്, ജയിലിലിട്ടതാണ്. ഈ നരകാസുരൻ തന്നെ ഒരിക്കലും എന്താ ഉണ്ടായിച്ചാൽ, ഇന്ദ്രൻ്റെ അമ്മ അതിഥിയുടെ കുണ്ടലങ്ങൾ മോഷ്ടിച്ചു. ഇന്ദ്രനാവട്ടെ നരകാസുരനോട് യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല. കാരണം ഭഗവാന്റെ മകന് നല്ല ശക്തിയുണ്ട്, യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല. ഭഗവാൻ അടുത്ത് വന്ന് സഹായം അഭ്യർത്ഥിച്ചു. ഭഗവാൻ സത്യഭാമയും കൂട്ടി ആരടുത്ത് വന്നു? നരകാസുരൻ്റെ അടുത്ത് വന്നു. സത്യഭാമ ആരാ? ഭൂമിദേവിയാണ് സത്യഭാമ. ലക്ഷ്മി ദേവിയാണ് രുക്മിണി. വരാഹം തന്നെയാണ് ആര്? കൃഷ്ണൻ. അമ്മ സമ്മതിച്ചു. അച്ഛനാരെ കൊന്നു? തൻ്റെ മകൻ നരകാസുരനെ കൊന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനത്ത് മടിയൊന്നുമില്ല. ശിക്ഷിക്കാൻ മടിയുണ്ടോ? അമ്മയ്ക്ക് അടിക്കാൻ മടിയുണ്ടോ? ലാളിക്കാനും മടിയില്ല. അതുപോലെ തന്നെ വികൃതി കാണിച്ചാൽ അടിക്കാനും അമ്മയ്ക്ക് എന്തില്ല, അമ്മയ്ക്ക് മടിയൊന്നുമില്ല. ശിക്ഷിച്ചു എന്നർത്ഥം. നരകാസുരനെ വധിച്ചു. ആ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോളൂ. ഇതാണ് ഭഗവാന്റെ മാന്യത. എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ, നിങ്ങളിനി ആരും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ പറയാം, അങ്ങനെയൊക്കെ അങ്ങനെ പറയാം. ഞങ്ങൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ ഏത് കണ്ണുകൊണ്ടാണ് നോക്കുക ഞങ്ങളെ? ഇത്രയും കാലം നരകാസുരൻ്റെ കൊട്ടാരത്തിലല്ലേ പതിവ്രതയായിട്ടുള്ള സീതയെ കുറ്റം പറഞ്ഞ നാടാ, പിന്നെ ബാക്കി പറയണ്ടല്ലോ. അങ്ങ് ഞങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കിനി ആത്മഹത്യ തന്നെയേ വഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ സത്യഭാമയോട് ചോദിച്ചു, എന്താ നിൻ്റെ അഭിപ്രായം? നോക്കൂ, മാതൃകാ ഭർത്താവ്, നിൻ്റെ അഭിപ്രായം എന്താ പറയും? ഇവരിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യണം? നീ പറയും. അവൾ പറഞ്ഞു, എനിക്കും സത്യഭാമയ്ക്കും ജാമ്പവതിക്കും ഒക്കെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും ആശ്രയം അങ്ങല്ലേ. ഞാനും രുക്മിണിയൊക്കെ കഴിഞ്ഞതുപോലെ ഇവരും അവിടെ കഴിഞ്ഞോട്ടെ. ഇതാണ് ആര് പറഞ്ഞത്? സത്യഭാമ പറഞ്ഞത്. അങ്ങനെ ഒരു മുഹൂർത്തത്തിൽ 16,100 രൂപം ധരിച്ച് ഭഗവാൻ ഒരേ സമയം ഇവരൊക്കെ വിവാഹം കഴിച്ചു. അതിലിപ്പോൾ എന്തിനാ കുറ്റം പറയണമെന്നാണ്? നമ്മളുടെയൊക്കെ പതിയാരാ? ഭഗവാനല്ലേ. അതൊരു കുറ്റ? ഇനിയിപ്പോൾ ആരെങ്കിലും ഉപേക്ഷിച്ചു നമുക്ക് കുറ്റം പറയാം, മൊഴി ചൊല്ലി നമുക്ക് എന്തെങ്കിലും പറയാം. ഇതൊരാളെ ഒഴിവാക്കിയിട്ടുമില്ല. അവർക്ക് വേണ്ടുന്ന വിഭൂതിയെല്ലാം അവൻ കൊടുക്കുന്നു നിരന്തരം പോൽ. അവർക്കൊക്കെ ആശ്രയമായിട്ട് ഭഗവാൻ നിന്നു. അതാണ് താല്പര്യം. നമുക്കൊക്കെ ആശ്രയം ഭഗവാനാണ്, അത് തിരിച്ചറിയണം എന്നർത്ഥം. ഏതായാലും അങ്ങനെ ഭഗവാൻ 16,100 വിവാഹം ഒരുമിച്ച് കഴിച്ചു. അങ്ങനെ 16,108. ആ ഇന്ദ്രന് കുണ്ടലങ്ങൾ കൊണ്ടു കൊടുത്തു. ഇന്ദ്രന് അത് വാങ്ങി. പക്ഷെ താങ്ക്സ് ഒന്നും പറഞ്ഞില്ല. ഒരു മര്യാദയാണ് താങ്ക്സ്. അപ്പം ഭഗവാൻ പറയും വെൽക്കം. ഞാനിപ്പോൾ ഒരു രീതി നാട്ടിലുണ്ട്. അദ്ദേഹം അത് പറഞ്ഞില്ല, ഭഗവാനൊന്നും വേണ്ടിയില്ല, പോട്ടെ കരുതി. തിരിച്ചു പോണ സമയത്ത് ആ മുറ്റത്തുള്ള പാരിജാത മരം കണ്ടപ്പോൾ ഒരു കൊമ്പ് പൊട്ടിച്ചാലോ എന്ന് സത്യഭാമയ്ക്കൊരു മോഹം. അത് പൊട്ടിക്കാൻ പുറപ്പെട്ടപ്പോഴേക്കും ഇന്ദ്രൻ ഓടി വന്നു. അവിടെ തുടരുതെന്ന് എഴുതി വെച്ചത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ വരുന്നുണ്ട്. ഇന്ദ്രൻ ഭഗവാൻ ആലോചിച്ചു, ഈശ്വര ഇയാളുടെ ഒരു അഹങ്കാരം നോക്കൂ. അമ്മയുടെ കുണ്ടലം നോക്കാൻ വയ്യ, അതാരോ കൊണ്ടുപോയിട്ട് താൻ വേണ്ടി വന്നു എടുത്തു കൊടുക്കാൻ. താങ്ക്സ് പറഞ്ഞതുമില്ല, സമ്മാനം തന്നിട്ടില്ല. പോണ വഴിക്ക് ഒരു ചെടി പൊട്ടിച്ചതിന് ഇങ്ങനെയൊരു അഹങ്കാരം. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. ഭഗവാൻ തന്ന കാരുണ്യത്തെ പറ്റിയൊന്നും നമ്മൾ ഓർക്കാറില്ല. വലിയ കുഴപ്പമില്ലാത്തൊരു ശരീരം കെട്ടി ഇങ്ങനെ ഇരുന്ന് നിൽക്കുന്നുണ്ടല്ലോ അല്ലേ, വലിയ കുഴപ്പമില്ലാണ്ട് 9 ഓട്ടമുള്ളൊരു തോണിയാണ്.
കാറ്റ് പോകാണ്ട് നിൽക്കണ തന്നെ വലിയ ഭാഗ്യമല്ലേ. എന്നിട്ട് അതൊന്നും ഓർക്കാണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ഭഗവാനെ കുറ്റം പറഞ്ഞാലും എൻ്റെ പേരും പറയാം. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു പോകരുത്. എത്രയോ കഷ്ടമായിട്ട് എത്രയോ മനുഷ്യരുണ്ടെന്ന് പുറത്തിറങ്ങി ഒന്ന് പോവുക, MBR ക്യാൻസർ സെൻ്ററിലൊന്ന് പോവുക, പെയിൻ ആൻഡ് പാലിയേറ്റീവിലൊന്ന് പോവുക, മെഡിക്കൽ കോളേജിൽ പല വാർഡുകളൊന്ന് സന്ദർശിക്കുക. ഇതൊക്കെ കണ്ടാൽ നമ്മളൊന്നും പിന്നെ ഇവിടെ ഒന്ന് നന്ദി മാത്രമേ പറയുള്ളൂ. ഈശ്വര നന്ദി, ഇന്നിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അത്രേ പറയുള്ളൂ. അതാണിപ്പം ഈ ഒരു കഥ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ കലഹം ഉണ്ടാക്കാറുണ്ട് ഭഗവാൻ. അങ്ങനെ രുക്മിണിയായിട്ടൊരു കലഹം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഉണ്ടാക്കുകയാണ്, ഉണ്ടാവുമല്ല. നമ്മളൊക്കെ അങ്ങനെ ഉണ്ടാവുകയാണ്, ഉണ്ടാക്കുന്നതല്ല. ഇതങ്ങനെയല്ല, ഭഗവാൻ തന്നെ ഇങ്ങനെയായാൽ പറ്റില്ല, ഒരു ദിവസം ഒരു കലഹം വേണം. അങ്ങനെ ഭഗവാൻ അങ്ങോട്ട് ബുധനാഴ്ച എണീറ്റു, ഇന്ന് കലഹമാവാം എന്നങ്ങോട്ട് തീരുമാനിച്ച് തുടങ്ങുകയാണ്. അന്ന് രാത്രിൻ്റെ വൈകുന്നേരം അങ്ങനെ അരമനയിൽ ഭഗവാൻ അങ്ങനെ ആട്ടുകെട്ടിൽ കിടക്കണു. രുക്മിണി അവിടെയുള്ള തോഴിമാർ ഭഗവാന് വീശി കൊടുക്കുമ്പോൾ പോരാ, താൻ തന്നെ വേണം വീശി കൊടുക്കുക എന്ന് കരുതി രുക്മിണി അകത്തേക്ക് പ്രവേശിച്ചു. ആംഗ്യം കാണിച്ചപ്പോഴേക്കും വിശറി അവിടെ വെച്ച് സ്ത്രീകളൊക്കെ പുറത്തേക്ക് പോയി. ആ വിശറി എടുത്ത് രുക്മിണി ഭഗവാന് വീശി കൊടുക്കുന്നു. ഭഗവാന്റെ ആ കാലിലെ പാദസരത്തിൻ്റെ ശബ്ദം ആടുന്ന സമയത്തെ, രുക്മിണിയുടെ കയ്യിൽ വീശുന്ന സമയത്ത് കയ്യിലുള്ള വളകളുടെ ശബ്ദം, രുക്മിണിയുടെ കയ്യിലെ വളയും ഭഗവാന്റെ കാലിലെ പാദസരം കൂടി എന്തോ സംസാരിക്കാൻ തോന്നും. വേറെ ശബ്ദമൊന്നും അവിടെ ഇല്ല. ഭഗവാൻ രുക്മിണിയെ തന്നെ കേശാദിപാദം നോക്കിക്കൊണ്ടിരിക്കണു. രുക്മിണി ഭഗവാനും കേശാദിപാദം നോക്കുന്നു. പെട്ടെന്ന് ഭഗവാൻ മുഖം കെട്ട് തിരിച്ചു. പിന്നെ എന്തോ മെല്ലെ മെല്ലെ ഇങ്ങനെ പറയുന്നുണ്ട്. രുക്മിണി നോക്കണ്ട, എന്താ ഇയാൾ പറയണത്? ഭഗവാൻ പറയണത്, രാജപുത്രി ഇപ്സിതാ ഭൂവൈഹി ലോകപാല വിഭൂതിഭിഹി. രാജപുത്രി, രുക്മിണിയെ വിളിച്ചു തന്നെ രാജപുത്രി എന്നാ. അതന്നെ രുക്മിണിക്ക് ക്ഷീണമായി. അങ്ങനെ രാജപുത്രി എന്ന് വിളിച്ച സുഖല്യ, രാജാവിൻ്റെ മകളെന്നാ. സ്വതവേ രാജപുത്രി എന്നൊന്നും വിളിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം കൂടുമ്പോൾ പേരിൻ്റെ വലിപ്പം കുറയുക ചെയ്യുക. സ്നേഹം കുറയുമ്പോൾ പേരിൻ്റെ വലിപ്പം കൂടും. രാജപുത്രി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിയില്ലേ. രാജാവിൻ്റെ മകളെ, എൻ്റെ ഭാര്യ ആയിട്ടില്ല എന്നൊരു ധ്വനി അവിടെ ഉണ്ട്. ഇപ്പോഴും നീ എൻ്റെ ഇവിടുത്തെ കുട്ടിയായില്ല കേട്ടോ, നീ ഇപ്പോഴും അവിടുത്തെ ആ ഒരു ഏട്ടന്മാരുടെ സ്വഭാവമാണ്. അതെ, രുക്മിണി അവരൊക്കെ ഒരു സ്വഭാവം എന്നുള്ളൊരു അർത്ഥമാണോ? സ്നേഹം കൂടുമ്പം ഭഗവാൻ പേര് കുറയ്ക്കുകയാണെങ്കിൽ, വലിപ്പം കുറയ്ക്കുകയാണെന്ന് വെച്ചാൽ രുക്മിണിയെ വിളിക്കേണ്ടത് എന്താ? രുക്കു എന്നാണ് വിളിക്കേണ്ടത്. ആ സ്ഥാനത്ത് വിളിച്ചത് രാജപുത്രി എന്നാണ് വിളിച്ചത്. രുക്മിണിക്ക് അങ്ങോട്ട് ആകെ വിഷമായി. ഈപ്സിത ഭൂപൈഹി ലോകപാല വിഭൂതിഭി. എത്ര പേര് നിന്നെ മോഹിച്ചതാ, എന്നിട്ട് നീ ഇപ്പം കത്തയച്ച് സത്യം പറയണ രുക്മിണി. നിനക്ക് ഇപ്പം തോന്നില്ലേ കഷ്ടമായി പോയിരുന്നു? സത്യം പറയണം, വേണ്ട കൃഷ്ണനെ വിഷമാവണ്ട. അങ്ങനെയല്ല, സത്യം പറയും. എന്ത് ഗുണാനിക്കുള്ളത്? നീയും ഞാൻ തമ്മിൽ ചേരൂ. രാജഭ്യോ ബിഭ്യത സുഭ്രൂ. എനിക്കാണെച്ചാൽ ഒരു സൗന്ദര്യമില്ല, നീയാണെങ്കിൽ വലിയ സുന്ദരിയാണ്. ശാപം കിട്ടിയ വംശത്തിലാണ് ഞാൻ. 2 അച്ഛൻ 2 അമ്മ, സ്കൂളിലും പോയിട്ടില്ല. ആകെ 64 ദിവസമേ പോയിട്ടുള്ളൂ. ശിശുപാലനാണെങ്കിൽ ഓരോ ക്ലാസ്സിൽ 2 കൊല്ലം ഇരുന്ന ആളാണ്. നല്ല പഠിപ്പുണ്ട്. എന്നിട്ട് ആ ശിശുപാലനെ ഒഴിവാക്കിയിട്ട് എന്നെ നീ വിവാഹം കഴിച്ചില്ലേ? ഞാനാണെങ്കിൽ ഒരു ഭീരുവാണ്. അതുകൊണ്ടല്ലേ ഈ സമുദ്രത്തിൽ ഇവിടെ നടുക്കൊരു കൊട്ടാരുണ്ടാക്കി ഇവിടെ ഒളിച്ചിരിക്കുക, രാജാക്കന്മാരെ പേടിച്ചിട്ട്. ഇങ്ങനെ ഭീരുവായിട്ടുള്ള എന്നെ നീ എന്തിനും വിവാഹം കഴിച്ചു? എനിക്കാണെച്ചാൽ ഒന്നുമില്ല രുക്മിണി, നീയാണെങ്കിൽ വലിയ സമ്പന്ന. എനിക്കാച്ചാൽ ഒന്നുമില്ല. ഇനി എനിക്കൊന്നുമില്ല ഉള്ളത് പോട്ടെ, കൂട്ടുകാരെ കയ്യിലൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് വായ്പ വാങ്ങാം. എൻ്റെ കൂട്ടുകാരൻ ബെസ്റ്റ് ഫ്രണ്ട് ആരാത്? നീ വായിക്കുമ്പോൾ കുചേലൻ, അയാൾ കടം വാങ്ങി വരിക അതിൽ. ഇങ്ങനെയുള്ള കൂട്ടുകാരാണ് എനിക്ക്. നിൻ്റെ കൂട്ടുകാരോ നിൻ്റെ ഭക്തന്മാർ കുബേരനെ പോലുള്ളവരാ. നമ്മൾ തമ്മിൽ യോജിപ്പില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഭക്തന്മാർ തമ്മിലും ഒരു യോജിപ്പുമില്ല. ആ സ്ഥിതിക്ക് ശിശുപാലൻ കല്യാണം കഴിച്ചില്ല എന്നാണ് കേട്ടത്. അതിനിപ്പം പറഞ്ഞത് അല്ല, പെട്ടിയെടുക്കണം ചെടുക്കാം. ഇനിയിപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ കഴിഞ്ഞു കൂടുന്നും വേണ്ട, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാം. ഇതങ്ങോട്ട് കേട്ടില്ലേ? രുക്മിണിക്ക് തന്നെ ഭഗവാൻ ഒഴിവാക്കുകയാണോ തോന്നി. രുക്മിണി ബോധം കെട്ടങ്ങോട്ട് വീണില്ല. വീഴുമ്പോഴേക്കും ഭഗവാൻ ഭക്തരെ വീഴാൻ സമ്മതിക്കുമോ? കളിപ്പിക്കും, പക്ഷെ കൈവിടില്ല. ഭഗവാൻ അങ്ങോട്ട് പിടിച്ചു, ആ കട്ടിൽ അങ്ങോട്ട് കിടത്തി, അടുക്കളയിൽ പോയി ലേശം വെള്ളം എടുത്ത് കൊണ്ടുവന്ന് മുഖത്ത് തെളിച്ചു. ലേശം ചുക്കുവെള്ളം രുക്മിണിക്ക് കൊടുത്തു, വിശറി കൊണ്ട് അങ്ങോട്ട് വീശി കൊടുത്തു. ഭഗവാൻ പറയാണ്, രുക്മിണി മാമാവൈദർഭി, ഇങ്ങനെ വീഴാൻ പാടില്ല. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ ഇത്ര തൊട്ടാവാടിയായാലോ? ഞാൻ കരുതിയത് എന്താ വെച്ചാൽ, ഞാനിങ്ങനെ പറയുമ്പോൾ നീ ആ വിശറി എടുത്ത് എൻ്റെ മേലേക്ക് വലിച്ചെറിയും, നിൻ്റെ മുഖം കണ്ട് ചുവക്കും. സത്യഭാമയോട് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടായത്. സത്യഭാമ വിശറി എടുത്ത് തലയ്ക്ക് 2 മേട്ടം അങ്ങോട്ട് പേടി, അതുണ്ടായത്. ഞാൻ കരുതി നീ അങ്ങനെ ദേഷ്യപ്പെടുന്നതാണ്. വിവാഹം കഴിഞ്ഞ് ഇത്രയൊക്കെ കാലമായിട്ട് നിൻ്റെ ദേഷ്യപ്പെട്ട മുഖം ഞാൻ കണ്ടില്ലല്ലോ. നമ്മൾ പിന്നെ അതേ കണ്ടുള്ളൂ, ദേഷ്യപ്പെട്ട മുഖം കണ്ടിട്ടില്ലേ. ഏതോ മാഗസിനിൽ വായിച്ചു അത്ര, സ്ത്രീകൾ ദേഷ്യം പിടിക്കുമ്പോൾ ഭംഗി കൂടുന്നു. നോക്കിയതാ, എന്തോ നിൻ്റെ ദേഷ്യം പിടിച്ച മുഖം കാണാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ രുക്മിണിക്ക് ആശ്വാസമായി. തന്നെ ഡൈവേഴ്സ് ചെയ്യില്ല, ഒഴിവാക്കുന്നല്ല, തമാശ പറഞ്ഞാൽ മനസ്സിലാക്കി. രുക്മിണി അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റു, ആ ചുക്കൊള്ളം കുടിച്ചു, മുടി അങ്ങോട്ട് കെട്ടി, സാരിത്തലപ്പെടുത്ത് അരയിൽ കുത്തി, ആ കണ്ണീരങ്ങോട്ട് തുടച്ചു. 2 വർത്തമാനം ആരോട് പറഞ്ഞു? ഭഗവാനോട് പറഞ്ഞു. അങ്ങ് പറഞ്ഞ സത്യമാണ്.
സത്യം ഭയാദിവ ഗുണേഭ്യ ഉരുക്രമാന്തശ്ചേതേ സമുദ്ര ഉപലംഭന മാത്രാത്മാ. അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് പേടിച്ച് കഴിയാന്ന്. പേടിയെന്ന് പറയണ്ട, അങ്ങ് ഒളിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ആരെ കണ്ടു ഭഗവാനെ? കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങ് ഒളിച്ചിരിക്കുകയാണ്. ശത്രുക്കളെ പേടിച്ച്. ഏത് ശത്രുക്കൾ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ 5 ശത്രുക്കളെ പേടിച്ച് മനസ്സാകുന്ന സമുദ്രത്തിൽ, ഹൃദയത്തിൽ ദ്വാരകപടിയാണ്, അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ആരാ പറയണത്? ഇത് രുക്മിണി തന്നെ പറയുക. ഇതിപ്പോൾ തത്വം നമ്മൾ ഉണ്ടാക്കി പറയുന്നത്, ചിലതാ പറയാം. ഇത് നിങ്ങൾ ഉണ്ടാക്കി പറയാം. ഇത് രുക്മിണി പറയുക. ഇതിലിപ്പോൾ എന്താ അഭിപ്രായം? എന്ത് പറയാൻ പറ്റും? നിത്യം കതീന്ദ്രിയ ഗണൈഹി, ദുഷ്ടന്മാരായിരുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് മുതലായിട്ടുള്ള രാജാക്കന്മാരെ പേടിച്ച് ഹൃദയമാകുന്ന സമുദ്രത്തിൽ ഒളിച്ചിരിക്കുകയല്ലേ ഭഗവാനെ അങ്ങ്? അങ്ങയെ അധികം പേർക്കും കാണാൻ സാധിക്കില്ല, അതുകൊണ്ട് അങ്ങ് ഒളിച്ചിരിക്കുക തന്നെയാണ്. പിന്നെ അങ്ങ് പറഞ്ഞു അങ്ങയുടെ ഭക്തന്മാരും എൻ്റെ ഭക്തന്മാരും ചേരില്ല എന്ന്. സത്യമാണ്. അങ്ങയുടെ ഭക്തന്മാർക്ക് അങ്ങയെ മാത്രം മതിയല്ലോ, എൻ്റെ ഭക്തന്മാർക്ക് കാശ് മാത്രം മതിയല്ലോ. അങ്ങയുടെ ഭക്തന്മാർക്ക് കുചേലനെ പോലുള്ളവർക്ക് എന്ത് മതി? അവർക്കങ്ങു രത്നം ചരൽക്കല്ല് പോലെ. രത്നം കൊടുത്താൽ ചരൽക്കല്ല് പോലെ. കുരങ്കാക്ഷിമാരോ മരപ്പാവ പോലെ. സുന്ദരിമാർ മരപ്പാവ് പോലെയാണ്. വലിയ കൊട്ടാരം കൊടുത്താൽ പുരം പുല്ലുപോലെ. അവർക്ക് ഭഗവാന്റെ മധുര അറിയാം. പിന്നെ എന്ത് കഴിക്കുമ്പോഴും ചവർപ്പും കയ്പുമാണ്. ഭഗവാൻ ഒക്കില്ല. എൻ്റെ ഭക്തന്മാർക്ക് പിന്നെ കാശ് മതി, ഇത്രേ വേണ്ടു. കാശ് വേണം, എന്നെ വേണമെന്നല്ല, കാശ് വേണം. അങ്ങയുടെ ഭക്തന്മാർക്കോ അങ്ങയെ വേണം, അങ്ങയിൽ നിന്ന് വേണമെന്നില്ല. അതല്ലേ ഭാഗ്യം. അങ്ങയല്ലേ വേണ്ടത്. അതുപോലൊരു ഭക്തിയാക്കോ എന്നെയും. അത്രയേ ഉള്ളൂ. എനിക്കും അറിയാം അങ്ങയുടെ സ്നേഹം, അങ്ങയ്ക്ക് ഭക്തന്മാരോടുള്ള കാരുണ്യമൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അങ്ങയുടെ ഹൃദയത്തിൽ പലർക്കും സ്ഥാനമുണ്ടെന്ന് എനിക്കറിയാം. സത്യഭാമയ്ക്ക് സ്ഥാനമല്ലേ, ജാമ്പവതിക്ക് സ്ഥാനമല്ലേ, 16,100 എത്ര പേർക്ക്? പാഞ്ചാലിക്ക് സ്ഥാനമല്ലേ, പാണ്ഡവർക്ക് സ്ഥാനമല്ലേ, ഗോപന്മാർക്ക് ഗോപികമാർക്കൊക്കെ സ്ഥാനമല്ലേ? അതിൻ്റെ ഒരു മൂലയിൽ ഒരു ചെറിയൊരു സ്ഥാനം എനിക്കുണ്ടെങ്കിൽ അസ്ത്വംബുജാക്ഷ, അല്ലയോ താമരക്കണ്ണ, എനിക്കത് വലിയൊരു ഭാഗ്യമായിട്ട് മാറും. അത് അങ്ങയുടെ കാരുണ്യമായിട്ട് ഞാൻ കണക്കാക്കും. അങ്ങ് ആദ്യം കല്യാണം കഴിച്ചതുകൊണ്ട് പട്ടമഹിഷിയാണ്, മഹാറാണി എന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. അങ്ങൊരു ഭക്തയായിട്ട് എന്നെ കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞ് തൊഴുത് നമസ്കരിച്ചു. ഭഗവാൻ രുക്മിണിയെ കെട്ടിപ്പിടിച്ചു. നിൻ്റെ സ്നേഹം എനിക്ക് നല്ലപോലെ അറിയാം. കല്യാണ ദിവസം നിൻ്റെ സഹോദരനെ കൊല്ലാൻ നോക്കിയപ്പോൾ നീ കാൽക്കൽ വീണ് പറഞ്ഞതെന്താ? സാധാരണ പെൺകുട്ടനാ ചാപ്പ എണീറ്റ് ഓടും. എത്ര ദുഷ്ടനാ പ്രതീക്ഷിച്ചിട്ടോ. ദുഷ്ട എന്ന് പറഞ്ഞ പോവാ വേണ്ടത്. ആ സ്ഥാനത്ത് നീ എൻ്റെ കാൽക്കൽ വീണ് എത്ര മൃദുവായിട്ടാണ് സംസാരിച്ചത്. ഹന്തും നാർഹസി കല്യാണ, ഏട്ടനെ കൊല്ലരുതേ, എൻ്റെ ഏട്ടനാണേ എന്ന് നീ പറഞ്ഞ ആ സമയത്ത് തന്നെ നിൻ്റെ ദാസനായി കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ അടിമയായി കഴിഞ്ഞിട്ടുണ്ട്, നിൻ്റെ സ്നേഹം ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അങ്ങനെ ആ കലഹം അവിടെ നിന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഭഗവാൻ പല ദിക്കിലും കലഹം ഉണ്ടാക്കാറുണ്ട്. ആരാണത് വായിക്കുന്നത് കേൾക്കുന്നത് അവർക്ക് ദാമ്പത്യ കലഹം ഉണ്ടാവില്ല എന്നാണ് ഫലശ്രുതി എന്ന് പറഞ്ഞ അർത്ഥം. ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ നമ്മുടെ ഗുണം കാണാതെ പത്നിയുടെ ഗുണം കണ്ടാൽ മതി. ഇത് തിരിച്ചുണ്ടാവുക. ഇവിടെ ഇപ്പം പറഞ്ഞത് എന്താ? ഭഗവാൻ പറഞ്ഞു രുക്മിണി നിനക്ക് ഞാൻ ചേരില്ല കേട്ടോ, കാരണം എനിക്കൊരു ഗുണവുമില്ല, നീയാണ് എല്ലാ ഗുണം തികഞ്ഞവൾ. രുക്മിണി എന്താ പറയുക? തിരിച്ചാ പറഞ്ഞത്. കൃഷ്ണ ശരിയാണ്, അങ്ങ് പറഞ്ഞ സത്യം, നമ്മൾ തമ്മിൽ ചേരില്ല, അങ്ങക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ട്, എനിക്കൊരു ഗുണവുമില്ല. നമ്മൾ തിരിച്ചാ പറയാറ്. എത്ര ആലോചന വന്നത് അവിടെ പ്രശ്നം. മറ്റുള്ളവരുടെ ഗുണം കണ്ടാൽ മതി, നമുക്കെന്തായാലും ഇത്രയേ ഉള്ളൂ. ചേരുന്നത് തന്നെയാണ്, ചേർന്നത് കണക്കാക്കുക, ഗുണം കാണുക. ദോഷം ഉണ്ടെങ്കിൽ കുറേശ്ശൊക്കെ പറഞ്ഞു നോക്കുക. നേരെയാവാച്ച നേരെയാവട്ടെ, ഇനി നേരെയാവില്ലെങ്കിൽ സഹിക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ പരസ്പരം ബഹുമാനത്തോടു കൂടി കഴിയുകയാണെങ്കിൽ പിന്നെ എന്ത് കലഹം? എന്തെങ്കിലും കലഹം ഉണ്ടായാൽ കലഹത്തിന് ശേഷമുള്ള സ്നേഹത്തിന് കുറച്ചും കൂടി തീവ്രത കൂടും. ഒരു കലഹം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? നമുക്ക് വൈകുന്നേരം ഗുൽമോഹറിൽ പോയാലോ, ആ കലഹം കാരണം ഒരു പനീർ ബട്ടർ മസാല കിട്ടിയില്ലേ, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് കലഹത്തിന് ശേഷമുള്ള സ്നേഹത്തിന് തീവ്രത കൂടും. ഇടയ്ക്കൊരു കലഹം ഉണ്ടാവണമെന്ന് നല്ലതാണ്. കലഹം ഇല്ലെങ്കിൽ അർത്ഥം സ്നേഹമില്ല എന്നാണ്. എന്താണ്? 10 കൊല്ലമായി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, എന്നാൽ നിങ്ങൾ കണ്ടിട്ടില്ല, ഫോൺ വിളിച്ചിട്ടുമില്ല, അതാണ് അർത്ഥം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കലഹത്തിന് ശേഷമുള്ള സ്നേഹത്തിന് തീവ്രത കൂടും. അതാണ് താല്പര്യം. ഇങ്ങനെ ഭഗവാൻ അനവധി വിവാഹം കഴിച്ചു. ഭഗവാന്റെ ഗൃഹസ്ഥലീലകൾ തുടരുകയാണ്. ഈ രാജസൂയം, കുചേലവൃത്തം മുതലായിട്ടുള്ള പ്രകരണങ്ങളൊക്കെയാണ്. ഒക്കെ ഇവിടെ നിർത്തി. ചായയ്ക്ക് ശേഷം ഒരു 9:15 വീണ്ടും പാരായണം, 10 മണിക്ക് ശേഷം പ്രഭാഷണം.